ശ്രീലളിതാ സഹസ്രനാമസ്തോത്രം. ന്യാസം അസ്യ ശ്രീലളിതാ സഹസ്രനാമസ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദി വാഗ്ദേവത ഋഷയ അനുഷ്ഠുപ് ഛന്ദഃ. ശ്രീലളിതാ പരമേശ്വരീ ദേവത. ശ്രീമദ് വാക്കോ കൂടേതി ബീജം, മധ്യ കൂടെ ശക്തി, ശക്തി കൂടേതി കീലകം, മൂലപ്രതിധ്യാനം. ശ്രീലളിതാ മഹാത്രിപുരസുന്ദരി പ്രസാദ സിദ്ധ്യദ്വാര സകല ചിന്തിത ഫലവാപ്ത്യർത്ഥേ ജപേ വിനിയോഗ. ധ്യാനം സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനം മാണിക്യമൗലീസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീമാവീനവക്ഷോരുകാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപ്പലം ബിഭ്രതിം സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേത് പരാം അംബികാം ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായ ദാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകൽദലസത് ഹേമപത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയതാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകല സുരനിതാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാമളിക ചുംബി കസ്തൂരികാം സമന്തഹസദേഷണാം സശരചാപപാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷാംബരാം ജപാകുസ്മഭാസുരാം ജപവിദൗ സ്മരേദംബികാം അരുണാം കരുണാദരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാധിവിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനീം. ഓം ശ്രീലളിതാ സഹസ്രനാമാവലി. ഓം ശ്രീ മാത്രേ നമ. ഓം ശ്രീ മഹാരാജ്ഞേ നമ. ഓം ശ്രീമൽ സിംഹാസനേശ്വര്യേ നമ. ഓം ചിദഗ്നികുണ്ഡ സംഭൂതായേ നമ. ഓം ദേവകാര്യസമുദ്യതായേ നമ. ഓം ഉദ്യദ്ഭാനു സഹസ്രാഭായേ നമ. ഓം ചതുർബാഹു സമന്യുതായേ നമ. ഓം രാഗസ്വരൂപപാഷാഢ്യായേ നമ. ഓം ക്രോധാകാര അങ്കുശോജ്വലായേ നമ. ഓം മനോരൂപേക്ഷുകോദണ്ഡായേ നമ. ഓം പഞ്ചതന്മാത്ര സായകായേ നമ. ഓം നിജാരുണ പ്രഭാപുരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡലായേ നമ. ഓം ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസൽക്കജായേ നമ. ഓം ഗുരുവിന്ദ മണിശ്രേണീ കനൽക്കോടീര മണ്ഡിതായേ നമ. ഓം അഷ്ടമീ ചന്ദ്ര വിഭ്രാജ തളികസ്ഥല ശോഭിതായേ നമ. ഓം മുഖചന്ദ്രകളങ്കാഭ പ്രഗനാഭി വിശേഷകായേ നമ. ഓം വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലികായേ നമ. ഓം ഭക്തലക്ഷ്മീ പരിഭാഗ ചലന്മീനാഭ ലോചനായേ നമ. ഓം നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിതായേ നമ. ഓം താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുരായേ നമ. ഓം കദംബ മഞ്ജരി ക്ലിപ്തകർണപൂര മനോഹരായേ നമ. ഓം താടങ്കയുഗളീപുതപനോടുപമണ്ഡലായേ നമ. ഓം പത്മരാഗ ശിലാദർശ പരിഭാവികപോല ഭുവേ നമ. ഓം നവവിദ്രുമബിംബ ശ്രീനക്കാരി രതനച്ഛദായേ നമ. ഓ ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജപങ്ക്തി ദ്വയോജ്വലായേ നമ. ഓം കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധരായേ നമ. ഓം നിജസല്ലാഭ മാധുര്യ വിനിൽപത്സ കച്ചപ്യേ നമ. ഓം മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കാമേശ മാനസായേ നമ. ഓം അനാകലിത സാദൃശ ചിബുക ശ്രീവിരാജിതായേ നമ. ഓം കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിത ഗന്ധരായേ നമ. ഓം കനകാംഗത കേയൂര കമനീയ ഭുജാനുദായേ നമ. ഓം രത്നഗ്രൈവേ ചിന്താകലോല മുക്താഫലാനുദായേ നമ. ഓം കാമേശ്വര പ്രേമരത്നമണിപ്രതിമണസ്തന്യേ നമ. ഓ നാഭ്യാലബാലരോമാളീ ലതാഫല ഭുജദ്വയേ നമ. ഓ ലക്ഷ്യരോമലതാധാരദാ സമുന്നയ മധ്യമായേ നമ. ഓ സ്തനഭാരദളന്മധ്യ പട്ടബന്ധ വലിത്രയായേ നമ. ഓം അരുണാരുണ കൗസ്തുംഭ വസ്ത്രഭാസ കടീതടിയേ നമ. ഓ രത്നകിങ്കിണീകാരമ്യ രസനാദാമ ഭൂഷിതായേ നമ. ഓം കാമേശജ്ഞത സൗഭാഗ്യമാർദ്ദവോരുദ്വയാനുദായേ നമ. ഓ മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിതായേ നമ. ഓ ഇന്ദ്രഗോപ പരീക്ഷിപ്ത സ്മരതൂണാഭജംഗികായേ നമ. ഓം ഗൂഢഗുൽഫായേ നമ. ഓം കൂർമ്മപൃഷ്ടജേഷ്ണു പ്രബധാനുദായേ നമ. ഓം നഖദിതി സംസന്ന നമജ്ജന തമോഗുണായേ നമ. ഓം പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹായേ നമ. ഓം ശിഞ്ചാനമണിമഞ്ജീര മണ്ഡിത ശ്രീപദാംബുജായേ നമ. ഓം അരാളീ മന്ദഗമനായേ നമ. ഓം മഹാലാവണ്യ സേവതയേ നമ. ഓ സർവാരുണായേ നമ. ഓം അനവദ്യാംഗേ നമ. ഓ സർവാഭരണഭൂഷിതായേ നമ. ഓം ശിവ കാമേശ്വര അംഗസ്ഥായേ നമ. ഓം ശിവായേ നമ. ഓ സ്വാധീന വല്ലഭായേ നമ. ഓ സുമേരുമധ്യ ശൃംഗസ്ഥായേ നമ.
ഓം ശ്രീമന്നഗരനായികായേ നമ. ഓം ചിന്താമണി ഗൃഹാന്തസ്ഥായേ നമ. ഓം പഞ്ചബ്രഹ്മാസനസ്ഥിതായേ നമ. ഓം മഹാപത്മാടവി സംസ്ഥായേ നമ. ഓം കദംബവനവാസിന്യേ നമ. ഓം സുധാസാഗര മധ്യസ്ഥായേ നമ. ഓം കാമാക്ഷിയേ നമ. ഓം കാമദായിന്യേ നമ. ഓം ദേവർഷീഗണ സംഘാത സ്തൂയമാനാത്മവൈഭവായേ നമ. ഓം ഭണ്ഡാസുര വധോദ്യുക്ത ശക്തിസേന സമന്വിതായേ നമ. ഓം സമ്പൽക്കരീ സമാരൂഢ സിന്ദുര പ്രജസേവിതായേ നമ. ഓം അശ്വാരൂഢാധിഷ്ഠിത അശ്വകോടികോടിപുരാവൃതായേ നമ. ഓം ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃതായേ നമ. ഓം ഗേചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിതായേ നമ. ഓം ഗിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃതായേ നമ. ഓം ജ്വാലാമാലിനികാക്ഷിപ്തവന്യപ്രാകാര മധ്യകായേ നമ. ഓം ഭണ്ഡസൈന്യവധോദ്യുക്ത ശക്തിവിക്രമഹർഷിതായേ നമ. ഓം നിത്യപരാക്രമാടോപനിരീക്ഷണ സമുത്സുകായേ നമ. ഓം ഭണ്ഡപുത്രവധോദ്യുക്ത ബാലാവിക്രമനന്ദിതായേ നമ. ഓം മന്ത്രിണ്യംബ വിരചിത വിഷംഗവധദോഷിതായേ നമ. ഓം വിശുക്രപ്രാണകർണവാരാഗീ വീര്യനന്ദിതായേ നമ. ഓം കാമേശ്വരമുഖാലോക കൽപ്പിത ശ്രീഗണേശ്വരായേ നമ. ഓം മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രകർഷിതായേ നമ. ഓം ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷണ്യേ നമ. ഓം കരാങ്കുലി നഖോൽപ്പന്ന നാരായണ ദശാകൃത്യേ നമ. ഓം മഹാപാശുപദാസ്രാഗ്നി നിർദ്ദസാസുര സൈന്യകായേ നമ. ഓം കാമേശ്വരാസ്ത്ര നിർദ്ദസത ഭണ്ഡാസുര ശൂന്യകായേ നമ. ഓം ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവായേ നമ. ഓം ഹരനേത്രാഗ്നി സംതക്ത കാമസഞ്ജീവൻ ഔഷധ്യേ നമ. ഓം ശ്രീമദ് ബാപോ കുടൈക സ്വരൂപമുഖ പങ്കജായേ നമ. ഓം കണ്ഠാത കടി പര്യന്ത മധ്യകൂട സ്വരൂപിണ്യേ നമ. ഓ ശക്തി കൂടൈതാന താപന്ന കഠ്യദോഭഗധാരിണ്യേ നമ. ഓം മൂലമന്ത്രാത്മികായേ നമ. ഓം മൂലകൂടത്രയ കളേബരായേ നമ. ഓം കുളാമൃതിക രസികായേ നമ. ഓം കുലസങ്കേത പാലിന്യേ നമ. ഓം കുലാംഗനായേ നമ. ഓം കുലാന്തസ്ഥായേ നമ. ഓം കൗളിന്യേ നമ. ഓം കുളയോഗിന്യേ നമ. ഓം അകുലായേ നമ. ഓ സമയാന്തസ്ഥായേ നമ. ഓ സമയാചാര തത്പരായേ നമ. ഓം മൂലാധാരൈക നിലയായേ നമ. ഓം ബ്രഹ്മഗ്രന്ഥി വിഭേദിന്യേ നമ. ഓം മണിപൂരാന്തരുദിതായേ നമ. ഓ വിഷ്ണുഗ്രന്ഥി വിഭേദിന്യേ നമ. ഓം ആജ്ഞാചക്രാന്തരാളസ്ഥായേ നമ. ഓ രുദ്രഗ്രന്ഥി വിഭേദിന്യേ നമ. ഓ സഹസ്രാരാംബുചാരുടായേ നമ. ഓ സുധാസാരാഭിവർഷിണ്യേ നമ. ഓം തടിലത സമരുച്ചേ നമ. ഓം ഷഡ് ചക്രോപരി സംസ്ഥിതായേ നമ. ഓം മഹാശക്തിയേ നമ. ഓം കുണ്ഡലിന്യേ നമ. ഓം വിസതന്തു തനീയസ്യേ നമ. ഓം ഭവാനിയേ നമ. ഓം ഭാവനാഗമ്യായേ നമ. ഓം ഭവാരണ്യ കുഠാരികായേ നമ. ഓം ഭദ്രപ്രിയായേ നമ. ഓം ഭദ്രമൂർത്തയേ നമ. ഓം ഭക്തസൗഭാഗ്യദായിന്യേ നമ. ഓം ഭക്തിപ്രിയായേ നമ. ഓം ഭക്തിഗമ്യായേ നമ. ഓം ഭക്തിവശ്യായേ നമ. ഓം ഭയാഭകായേ നമ. ഓ ശാംഭവ്യേ നമ. ഓ ശാരദാരാധ്യായേ നമ. ഓ ശർവാണ്യേ നമ. ഓ ശർമ്മദായിന്യേ നമ. ഓ ശാങ്കര്യേ നമ. ഓ ശ്രീകര്യേ നമ. ഓ സാധ്യേ നമ. ഓ ശരചന്ദ്രനിഭാനനായേ നമ. ഓ ശാദോദര്യേ നമ. ഓ ശാന്തിമത്യേ നമ. ഓ നിരാധാരായേ നമ. ഓ നിരഞ്ജനായേ നമ. ഓ നിർലേപായേ നമ. ഓ നിർമ്മലായേ നമ. ഓ നിത്യായേ നമ. ഓ നിരാകാരായേ നമ. ഓ നിരാകുലായേ നമ. നിർഗുണായേ നമ. ഓ നിഷ്കലായേ നമ. ഓ ശാന്തായേ നമ. ഓ നിഷ്കാമായേ നമ. ഓ നിരുവിപ്ലവായേ നമ. ഓ നിത്യമുക്തായേ നമ. ഓ നിർവികാരായേ നമ. ഓ നിഷ്പ്രപഞ്ചായേ നമ. ഓ നിരാശ്രയായേ നമ. ഓ നിത്യശുദ്ധായേ നമ. ഓ നിത്യബുദ്ധായേ നമ. ഓ നിരവധ്യായേ നമ. ഓ നിരന്തരായേ നമ. ഓ നിഷ്കാരണായേ നമ. ഓ നിഷ്കളങ്കായേ നമ. ഓ നിരുപാധയേ നമ. ഓ നിരീശ്വരായേ നമ. ഓ നീരാഗായേ നമ. ഓ രാഗമദനായേ നമ. ഓ നിർമ്മദായേ നമ. ഓ മദനാശിന്യേ നമ. ഓ നിശ്ചിന്തായേ നമ. ഓ നിരഹങ്കാരായേ നമ. ഓ നിർമോഹായേ നമ. ഓ മോഹനാശിന്യേ നമ. ഓ നിർമ്മമായേ നമ. ഓ മമതാഹന്ത്രേ നമ. ഓ നിഷ്പാപായേ നമ. ഓം പാപനാശിന്യേ നമ. ഓ നിഷ്ക്രോധായേ നമ. ഓം ക്രോധശമന്യേ നമ. ഓ നിർലോഭായേ നമ. ഓ ലോഭനാശിന്യേ നമ. ഓ നിസ്സംശയായേ നമ. ഓ സംശയജ്ഞേ നമ. ഓ നിർഭവായേ നമ. ഓം ഭവനാശിന്യേ നമ. ഓം നിർവികൽപ്പായേ നമ. ഓ നിരാബാധായേ നമ. ഓ നിർഭേദായേ നമ. ഓം ഭേദനാശിന്യേ നമ. ഓ നിർനാശായേ നമ. ഓം മൃത്യുമദന്യേ നമ. ഓ നിഷ്ക്രിയായേ നമ.
ഓം നിഷ്പരിഗ്രഹായേ നമ. ഓം നിസ്തുലായേ നമ. ഓം നീലചികുരായേ നമ. ഓം നിരപായായേ നമ. ഓം നിരത്യയായേ നമ. ഓം ദുർലഭായേ നമ. ഓം ദുർഗമായേ നമ. ഓം ദുർഗായേ നമ. ഓം ദുഃഖഹന്ത്രേ നമ. ഓം സുഖപ്രദായേ നമ. ഓം ദുഷ്ടദൂരായേ നമ. ഓം ദുരാചാരശമന്യേ നമ. ഓം ദോഷവർജിതായേ നമ. ഓം സർവജ്ഞായേ നമ. ഓം സാന്ദ്രകരുണായേ നമ. ഓം സമാനാധികവർജിതായേ നമ. ഓം സർവശക്തിമയേ നമ. ഓം സർവമംഗളായേ നമ. ഓം സദ്ഗതിപ്രദായേ നമ. ഓം സർവേശ്വര്യേ നമ. ഓം സർവമയേ നമ. ഓ സർവമന്ത്രസ്വരൂപിണ്യേ നമ. ഓ സർവയന്ത്രാത്മികായേ നമ. ഓം സർവതന്ത്രരൂപായേ നമ. ഓ മനോന്മന്യേ നമ. ഓ മഹേശ്വര്യേ നമ. ഓ മഹാദേവ്യേ നമ. ഓ മഹാലക്ഷ്മിയേ നമ. ഓ മൃഡപ്രിയായേ നമ. ഓ മഹാരൂപായേ നമ. ഓ മഹാപൂജ്യായേ നമ. ഓ മഹാപാതകനാശിന്യേ നമ. ഓ മഹാമായേ നമ. ഓ മഹാസത്വായേ നമ. ഓ മഹാശക്തിയേ നമ. ഓ മഹാരഥ്യേ നമ. ഓ മഹാഭോഗായേ നമ. ഓ മഹൈശ്വര്യായേ നമ. ഓ മഹാവീര്യായേ നമ. ഓ മഹാബലായേ നമ. ഓ മഹാബുദ്ധ്യേ നമ. ഓ മഹാസിദ്ധ്യേ നമ. ഓ മഹായോഗീശ്വരേശ്വര്യേ നമ. ഓ മഹാമന്ത്രായേ നമ. ഓ മഹാതന്ത്രായേ നമ. ഓ മഹായന്ത്രായേ നമ. ഓ മഹാസനായേ നമ. ഓ മഹായാഗക്രമാരാധ്യായേ നമ. ഓ മഹാഭൈരവപൂജിതായേ നമ. ഓ മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണ്യേ നമ. ഓ മഹാകാമേശ മഹിഷേ നമ. ഓം മഹാത്രിപുര സുന്ദര്യേ നമ. ഓം ചതുഷ്ടി ഉപചാരാഢ്യായേ നമ. ഓം ചതുഷ്ടി കലാമയേ നമ. ഓ മഹാ ചതുഷ്ടി യോഗിനീകട സേവിതായേ നമ. ഓം അനുവിദ്യായേ നമ. ഓം ചന്ദ്രവിദ്യായേ നമ. ഓം ചന്ദ്രമണ്ഡല മധ്യകായേ നമ. ഓം ചാരുരൂപായേ നമ. ഓം ചാരുഹാസായേ നമ. ഓം ചാരുചന്ദ്രകലാധരായേ നമ. ഓം ചരാചര ജഗന്നാഥായേ നമ. ഓം ചക്രരാജനികേതനായേ നമ. ഓം പാർവത്യേ നമ. ഓം പത്മനയനായേ നമ. ഓം പത്മരാഗ സമപ്രഭായേ നമ. ഓം പഞ്ചപ്രേതസനാസീനായേ നമ. ഓം പഞ്ചബ്രഹ്മസ്വരൂപിണ്യേ നമ. ഓം ചിന്മയേ നമ. ഓം പരമാനന്ദായേ നമ. ഓം വിജ്ഞാനകനരൂപിണ്യേ നമ. ഓം ധ്യാനധ്യാതൃതേ രൂപായേ നമ. ഓം ധർമാധർമ്മ വിവർജിതായേ നമ. ഓം വിശ്വരൂപായേ നമ. ഓം ജാഗരിണ്യേ നമ. ഓം സ്വപന്തേ നമ. ഓം തൈസാത്മികായേ നമ. ഓം സുപ്തായേ നമ. ഓം പ്രാജ്ഞാത്മികായേ നമ. ഓം തുര്യായേ നമ. ഓം സർവാവസ്ഥാവിവർജിതായേ നമ. ഓം സൃഷ്ടികർത്തൃയേ നമ. ഓം ബ്രഹ്മരൂപായേ നമ. ഓം ഗോപ്രിയേ നമ. ഓം ഗോവിന്ദരൂപിണ്യേ നമ. ഓം സംഹാരിണ്യേ നമ. ഓം രുദ്രരൂപായേ നമ. ഓം തിരോധനകരിയേ നമ. ഓം ഈശ്വര്യേ നമ. ഓം സദാശിവായേ നമ. ഓം അനുഗ്രഹദായേ നമ. ഓം പഞ്ചകൃത്യപരായണായേ നമ. ഓം ഭാനുമണ്ഡല മധ്യസ്ഥായേ നമ. ഓം ഭൈരവ്യേ നമ. ഓം ഭഗമാലിന്യേ നമ. ഓം പത്മാസനായേ നമ. ഓം ഭഗവത്യേ നമ. ഓം പത്മനാഭ സഹോദര്യേ നമ. ഓം ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവല്യേ നമ. ഓം സഹസ്രശീർഷവദനായേ നമ. ഓം സഹസ്രാക്ഷേ നമ. ഓം സഹസ്രപദേ നമ. ഓം അബ്രഹ്മകിടജനന്യേ നമ. ഓം വർണ്ണാശ്രമവിധായിന്യേ നമ. ഓം നിജാജ്ഞാരൂപനിഗമായേ നമ. ഓം പുണ്യാപുണ്യഫലപ്രദായേ നമ. ഓം ശ്രുതിസീമന്ത സിന്ദൂരീകൃതപാദാബ്ജ ധൂളികായേ നമ. ഓം സകലാഗമസന്തോക ശുക്തി സമ്പുടമൗക്തികായേ നമ. ഓം പുരുഷാർത്ഥപ്രദായേ നമ. ഓം പൂർണായേ നമ. ഓം ഭോഗിന്യേ നമ. ഓം ഭുവനേശ്വര്യേ നമ. ഓം അംബികായേ നമ. ഓം അനാദിനിധനായേ നമ. ഓം ഹരിബ്രഹ്മേന്ദ്ര സേവിതായേ നമ. ഓ നാരായണ്യേ നമ. ഓ നാദരൂപായേ നമ. ഓ നാമരൂപ വിവർജിതായേ നമ. ഓം ഹ്രീങ്കാര്യേ നമ. ഓ ഹ്രീമത്യേ നമ. ഓ ഹൃദ്യായേ നമ. ഓം ഹേയോപാദേയ വർജിതായേ നമ. ഓ രാജരാജാർച്ചിതായേ നമ. ഓം രാജ്ഞേ നമ. ഓ രമ്യായേ നമ. ഓ രാജീവലോചനായേ നമ. ഓ രഞ്ജിന്യേ നമ. ഓ രമണ്യേ നമ. ഓം രസ്യായേ നമ. ഓ രണകിങ്കിണി മേഖലായേ നമ. ഓ രമായേ നമ. ഓ രാഗേന്ദുവദനായേ നമ. ഓ രതി രൂപായേ നമ. ഓ രതിപ്രിയായേ നമ. ഓ രക്ഷാകരേ നമ. ഓ രാക്ഷസഗ്നേ നമ. ഓ രാമായേ നമ. ഓ രമണലംബടായേ നമ. ഓം കാമ്യായേ നമ. ഓം കാമകലാരൂപായേ നമ. ഓം കദംബകുസുമപ്രിയായേ നമ. ഓം കല്യാണ്യേ നമ. ഓം ജഗദീകന്ധായേ നമ. ഓം കരുണാരസസാഗരായേ നമ. ഓം കലാവത്യേ നമ. ഓം കലാലാപായേ നമ. ഓം കാന്തായേ നമ. ഓം കാദംബരിപ്രിയായേ നമ. ഓം വരദായേ നമ.
ഓം വാമനയനായേ നമ. ഓം വാരുണി മദവിഹ്വലായേ നമ. ഓം വിശ്വാധികായേ നമ. ഓം വേദവേദ്യായേ നമ. ഓം വിന്ധ്യാചല നിവാസിന്യേ നമ. ഓം വിധാത്രിയേ നമ. ഓം വേദജനന്യേ നമ. ഓം വിഷ്ണുമായേ നമ. ഓം വിലാസിന്യേ നമ. ഓം ക്ഷേത്രസ്വരൂപായേ നമ. ഓം ക്ഷേത്രേശ്യേ നമ. ഓം ക്ഷേത്രജ്ഞപാലിന്യേ നമ. ഓം ക്ഷയവൃത്തി വിനിർമുക്തായേ നമ. ഓം ക്ഷേത്രപാല സമർച്ചിതായേ നമ. ഓം വിജയായേ നമ. ഓം വിമലായേ നമ. ഓം വന്ദ്യായേ നമ. ഓം വന്ദാരുജന വത്സലായേ നമ. ഓം വാഗ്വാദിന്യേ നമ. ഓം വാമകേശ്യേ നമ. ഓം വന്യമണ്ഡലവാസിന്യേ നമ. ഓം ഭക്തിമത് കൽപ്പലതികായേ നമ. ഓം പശുപാശ വിമോചിന്യേ നമ. ഓം സംഹൃതാശേഷ പാഷണ്ഡായേ നമ. ഓം സദാചാര പ്രവർത്തികായേ നമ. ഓം താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രികായേ നമ. ഓം തരുണ്യേ നമ. ഓം താപസാരാധ്യായേ നമ. ഓം തനുമധ്യായേ നമ. ഓം തമോപകായേ നമ. ഓം ചിത്യൈ നമ. ഓം തൽപദ ലക്ഷ്യാർത്ഥായേ നമ. ഓം ചിദേകര സ്വരൂപിണ്യേ നമ. ഓം സ്വാത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തത്തേ നമ. ഓം പരായേ നമ. ഓം പ്രത്യസ്ഥിതി രൂപായേ നമ. ഓം പശ്യന്തേ നമ. ഓം പരദേവതായേ നമ. ഓം മധ്യമായേ നമ. ഓം വൈഖരി രൂപായേ നമ. ഓം ഭക്തമാൻ സഹംസികായേ നമ. ഓം കാമേശ്വര പ്രാണനാട്യേ നമ. ഓം കൃതജ്ഞായേ നമ. ഓം കാമപൂജിതായേ നമ. ഓം ശൃംഗാരരസ സമ്പൂർണായേ നമ. ഓം ജയായേ നമ. ഓം ജാലന്ധരസ്ഥിതായേ നമ. ഓം ഒഡ്യാണപീഠനിലയായേ നമ. ഓം ബിന്ദുമണ്ഡലവാസിന്യേ നമ. ഓം രഘോയാഗക്രമാരാധ്യായേ നമ. ഓം രഗസ്തർപ്പണതർപ്പിതായേ നമ. ഓം സത്യപ്രസാദിന്യേ നമ. ഓം വിശ്വസാക്ഷിണ്യേ നമ. ഓം സാക്ഷിവർജിതായേ നമ. ഓം ഷഡംഗദേവതായുക്തായേ നമ. ഓം ഷഡ്ഗുണ്യപരിപൂരിതായേ നമ. ഓം നിത്യക്ലിന്നായേ നമ. ഓം നിരുപമായേ നമ. ഓം നിർവാണസുഖദായിന്യേ നമ. ഓം നിത്യാഷോഡശീകാരൂപായേ നമ. ഓം ശ്രീകണ്ഠാർ ശരീരിണ്യേ നമ. ഓം പ്രഭാവത്യേ നമ. ഓം പ്രഭാരൂപായേ നമ. ഓം പ്രസിദ്ധായേ നമ. ഓം പരമേശ്വര്യേ നമ. ഓം മൂലപ്രകൃത്യേ നമ. ഓം അവ്യക്തായേ നമ. ഓം വ്യക്താവ്യക്ത സ്വരൂപിണ്യേ നമ. ഓം വ്യാപിന്യേ നമ. ഓം വിവിധാകാരായേ നമ. ഓം വിദ്യാവിദ്യസ്വരൂപിണ്യേ നമ. ഓം മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദ്യേ നമ. ഓം ഭക്തകാർദ്ദമോഭേദ ഭാനുമദ്ഭാനു സന്തത്യേ നമ. ഓം ശിവദൂത്യേ നമ. ഓം ശിവ ആരാധ്യായേ നമ. ഓം ശിവമൂർത്തേ നമ. ഓം ശിവങ്കരിയേ നമ. ഓം ശിവപ്രിയായേ നമ. ഓം ശിവപരായേ നമ. ഓം ശിഷ്ടേഷ്ടായേ നമ. ഓം ശിഷ്ടപൂജിതായേ നമ. ഓം അപ്രമേയായേ നമ. ഓം സുപ്രകാശായേ നമ. ഓം മനോവാചാമഗോചരായേ നമ. ഓം ചിച്ഛക്തിയേ നമ. ഓം ചേതനാരൂപായേ നമ. ഓം ജടാശക്തിയേ നമ. ഓം ജടാത്മികായേ നമ. ഓം ഗായത്രിയേ നമ. ഓം വ്യാഹൃത്യേ നമ. ഓം സന്ധ്യായേ നമ. ഓം ദുജവൃന്ദ നിഷേവിതായേ നമ. ഓം തത്വാസനായേ നമ. ഓം തസ്മൈ നമ. ഓം തുഭ്യം നമ. ഓം ആയൈ നമ. ഓം പഞ്ചകോശാന്തരസ്ഥിതായേ നമ. ഓം നിസീമ മഹിംനേ നമ. ഓം നിത്യയൗവനായേ നമ. ഓം മദശാലിന്യേ നമ. ഓം മദകൂർണരക്താക്ഷേ നമ. ഓം മദപാടലഗണ്ഡഭുവേ നമ. ഓം ചന്ദനദ്രവദിക്താംഗേ നമ. ഓം ചാമ്പയ കുസ്മപ്രിയായേ നമ. ഓം കുശലായേ നമ. ഓം കോമളാകാരായേ നമ. ഓം ഗുരുകുല്ലായേ നമ. ഓം കുലേശ്വര്യേ നമ. ഓം കുളകുണ്ടാലയായേ നമ. ഓം കൗളമാർഗ തൽപര സേവിതായേ നമ. ഓം കുമാരഗണനാഥാംബായേ നമ. ഓം തുഷ്ട്യൈ നമ. ഓം പുഷ്ട്യൈ നമ. ഓം മത്യൈ നമ. ഓം ധൃത്യൈ നമ. ഓം ശാന്ത്യൈ നമ. ഓം സ്വസ്തിമത്യേ നമ. ഓം കാന്ത്യൈ നമ. ഓം നന്ദിന്യേ നമ. ഓം വിഘ്നനാശിന്യേ നമ. ഓം തേജോവത്യേ നമ. ഓം ത്രിനയനായേ നമ. ഓം ലോലാക്ഷീ കാമരൂപിണ്യേ നമ. ഓം മാലിന്യേ നമ. ഓം ഹംസിന്യേ നമ. ഓം മാത്രേ നമ. ഓം മലയാചലവാസിന്യേ നമ. ഓം സുമുഖ്യേ നമ. ഓം നളിന്യേ നമ. ഓം സുബ്രുവേ നമ. ഓം ശോഭനായേ നമ. ഓം സുരനായികായേ നമ. ഓം കാലകണ്ഠ്യേ നമ. ഓം കാന്തിമത്യേ നമ. ഓം ക്ഷോഭിണ്യേ നമ. ഓം സൂക്ഷ്മരൂപിണ്യേ നമ. ഓം വജ്രേശ്വര്യേ നമ. ഓം വാമദേവ്യേ നമ. ഓം വയോവസ്ഥ വിവർജിതായേ നമ. ഓം സിദ്ധേശ്വര്യേ നമ. ഓം സിദ്ധവിദ്യായേ നമ. ഓം സിദ്ധമാത്രേ നമ. ഓം യശസ്വിന്യേ നമ. ഓം വിശുദ്ധിചക്രനിലയായേ നമ. ഓം ആരക്തവർണായേ നമ. ഓം ത്രിലോചനായേ നമ. ഓം ഖഡ്വാംഗാദി
പ്രകരണായേ നമ. ഓ വദനൈക സമന്വിതായേ നമ. ഓം പായസാന്ന പ്രിയായേ നമ. ഓം ത്വക്സ്ഥായേ നമ. ഓം പശുലോക ഭയങ്കരിയേ നമ. ഓം അമൃതാദി മഹാശക്തി സമൃദ്ധായേ നമ. ഓ ഡാഗിനീശ്വര്യേ നമ. ഓ അനാഹതാപ്തലയായേ നമ. ഓ ശ്യാമാഭായേ നമ. ഓം വദനദ്വയായേ നമ. ഓം ദംഷ്ട്രോജ്വലായേ നമ. ഓം അക്ഷമാലാദിധരായേ നമ. ഓ രുദ്ര സംസ്ഥിതായേ നമ. ഓം കാളരാത്രിയാദി ശക്തവൃദ്ധായേ നമ. ഓം സിക്തൗദന പ്രീതായേ നമ. പ്രിയായേ നമ. ഓം മഹാവീരേന്ദ്ര വരദായേ നമ. ഓം രാഗിണ്യംബ സ്വരൂപിണ്യേ നമ. ഓം മണിപൂരനിലയായേ നമ. ഓം വദനത്രയ സംയുതായേ നമ. ഓം വജ്രാധികായുധോപേതായേ നമ. ഓ ഡാമര്യാദിവിരാവൃതായേ നമ. ഓ രക്തവർണായേ നമ. ഓ മാംസനിഷ്ഠായേ നമ. ഓം ഗുഡാന്നപ്രീതമാനസായേ നമ. ഓ സമസ്തഭക്തസുഖദായേ നമ. ഓ ലാഗിന്യംബ സ്വരൂപിണ്യേ നമ. ഓ സ്വാദിഷ്ടാനാംബുജഗദായേ നമ. ഓം ചതുർഭക്ത മനോഹരായേ നമ. ഓം ശൂലാധ്യായുധ സമ്പന്നായേ നമ. ഓം പീതവർണായേ നമ. ഓം അതിഗർഭിതായേ നമ. ഓം ഏതോനിഷ്ഠായേ നമ. ഓം മധുപ്രീതായേ നമ. ഓം ബന്ധിന്യാദി സമന്വിതായേ നമ. ഓം ദത്യനാസക്ത ഹൃദയായേ നമ. ഓം കാഗിനീരൂപധാരണ്യേ നമ. ഓം മൂലാധാരാംബുജാരുടായേ നമ. ഓം പഞ്ചവക്ത്രായേ നമ. ഓം അസ്ഥി സംസ്ഥിതായേ നമ. ഓം അങ്കുശാദി പ്രകരണായേ നമ. ഓം വരദാദി നിഷേവിതായേ നമ. ഓം മുഗ്ഗൗദനാസക്തചിത്തായേ നമ. ഓ സാഗിന്യംബ സ്വരൂപിണ്യേ നമ. ഓ ആജ്ഞാചക്രാബ്ജനിലയായേ നമ. ഓ ശുക്ലവർണായേ നമ. ഓ ഷടാനനായേ നമ. ഓ മജ്ജാ സംസ്ഥായേ നമ. ഓ ഹംസപതി മുഖ്യശക്തി സമന്വിതായേ നമ. ഓ ഹരിദ്രാനൈകരസികായേ നമ. ഓ ഹാഗിനീരൂപധാരണ്യേ നമ. ഓം സഹസ്രദള പത്മസ്ഥായേ നമ. ഓ സർവവർണോപശോഭിതായേ നമ. ഓ സർവായുധധരായേ നമ. ഓ ശുക്ലസംസ്ഥിതായേ നമ. ഓ സർവതോമുഖ്യേ നമ. ഓ സർവോദനപ്രീതചിത്തായേ നമ. ഓ യാഗിന്യംബ സ്വരൂപിണ്യേ നമ. ഓ സ്വാഹായേ നമ. ഓ സ്വധായേ നമ. ഓ അമത്യേ നമ. ഓ മേധായേ നമ. ഓ ശ്രുത്യേ നമ. ഓ സ്മൃത്യേ നമ. ഓ അനുത്തമായേ നമ. ഓം പുണ്യകീർത്യേ നമ. ഓം പുണ്യലഭ്യായേ നമ. ഓം പുണ്യശ്രവണകീർത്തനായേ നമ. ഓം പുലോമജാർജിതായേ നമ. ഓം ബന്ധമോചിന്യേ നമ. ഓം ബർബരാളകായേ നമ. ഓ വിമർശരൂപിണ്യേ നമ. ഓ വിദ്യായേ നമ. ഓ വിയദാദി ജഗൽപ്രസുവേ നമ. ഓ സർവവ്യാധി പ്രശമന്യേ നമ. സർവമൃത്യുനിവാരണ്യേ നമ. ഓം അഗ്രഗണ്യായേ നമ. ഓം അചിന്യരൂപായേ നമ. ഓം കലികൽമഷനാശിന്യേ നമ. ഓം കാത്യായന്യേ നമ. കാലകന്ദ്രേ നമ. ഓം കമലാക്ഷനിഷേവിതായേ നമ. ഓം താംബൂലപൂരിതമുഖ്യേ നമ. ഓം ദാഡിമീ കുസുമപ്രഭായേ നമ. ഓം മൃഗാക്ഷേ നമ. ഓം മോഹിന്യേ നമ. ഓം മുഖ്യായേ നമ. ഓം മൃഢാന്യേ നമ. ഓം മിത്രരൂപിണ്യേ നമ. ഓം നിത്യതൃപ്തായേ നമ. ഓം ഭക്തനിധയേ നമ. ഓം നിയന്ത്രേ നമ. ഓ നിഖിലേശ്വര്യേ നമ. ഓം മൈത്രാദിവാസനാലഭ്യായേ നമ. ഓം മഹാപ്രളയ സാക്ഷിണ്യേ നമ. ഓം പരാശക്തേ നമ. ഓം പരാനിഷ്ഠായേ നമ. ഓം പ്രജ്ഞാനഖനരൂപിണ്യേ നമ. ഓം മാത്യൂപാനലസായേ നമ. ഓം അത്തായേ നമ. ഓം മാതൃകാവർണ്ണരൂപിണ്യേ നമ. ഓം മഹാകൈലാസനിലയായേ നമ. ഓം മൃണാളമൃദുർലതായേ നമ. ഓം അഹനീയായേ നമ. ഓം ദയാമൂർത്തിയേ നമ. ഓം മഹാസാമ്രാജ്യശാലിന്യേ നമ. ഓം ആത്മവിദ്യായേ നമ. ഓം മഹാവിദ്യായേ നമ. ഓം ശ്രീവിദ്യായേ നമ. ഓം കാമസേവിതായേ നമ. ഓം ശ്രീ ഷോഡശാക്ഷരി വിദ്യായേ നമ. ഓം ത്രിഗുടായേ നമ. ത്രിഗുടായേ നമ. ഓം കാമകോടി കായേ നമ. ഓം കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിതായേ നമ. ഓം ശിരസ്ഥിതായേ നമ. ഓം ചന്ദ്രനിഭായേ നമ. ഓം ഭാലസ്ഥായേ നമ. ഓം ഇന്ദ്രധനുപ്രഭായേ നമ. ഓം ഹൃദയസ്ഥായേ നമ. ഓം രവീപ്രഖ്യായേ നമ. ഓം ത്രികോണാന്തരദീപികായേ നമ. ഓം ദാക്ഷായണ്യേ നമ. ഓം ദൈത്യഹന്ത്രേ നമ. ഓം ദക്ഷയജ്ഞവിനാശിന്യേ നമ. ഓം ദരാന്തോളദർക്കാക്ഷ്യേ നമ. ഓം ദരഹാസോജലോന്മുഖ്യേ നമ. ഓം ഗുരുമൂർത്തേ നമ. ഓം ഗുണനിധയേ നമ. ഓം ഗോമാത്രേ നമ. ഓം ഗുഹജന്മഭുവേ നമ. ഓം ദേവേശ്യേ നമ. ഓം ദണ്ഡനിധിസ്ഥായേ നമ. ഓം ദഹരാകാശരൂപിണ്യേ നമ. ഓം പ്രതിബന്മുഖ്യരാഗാന്തതിഥിമണ്ഡല പൂജിതായേ നമ. ഓം കലാത്മികായേ നമ. ഓം കലാനാഥായേ നമ. ഓം കാവ്യാലാപ വിനോദിന്യേ നമ.
ഓം സചാമരരവാണി സവ്യദക്ഷിണ സേവിതായേ നമ. ഓം ആദിശക്തിയേ നമ. ഓം അമേയായേ നമ. ആത്മനേ നമ. ഓം പരമായേ നമ. ഓം പാവനാകൃതയേ നമ. ഓം അനേകകോടി ബ്രഹ്മാണ്ഡ ജനന്യേ നമ. ഓം ദിവ്യവിഗ്രഹായേ നമ. ഓം ക്ലീങ്കാര്യേ നമ. ഓം കേവലായേ നമ. ഓം ഗുഹ്യായേ നമ. ഓം കൈവല്യപദദായിന്യേ നമ. ഓം ത്രിപുരായേ നമ. ഓം ത്രിജഗത് വന്ദ്യായേ നമ. ഓം ത്രിമൂർത്തിയേ നമ. ഓം ത്രിദശേശ്വര്യേ നമ. ഓം ത്രക്ഷര്യേ നമ. ഓം ദിവ്യഗന്ധാഢ്യായേ നമ. ഓം സിന്ദൂരതിലകാഞ്ചിതായേ നമ. ഓം ഉമായേ നമ. ഓം ശൈലേന്ദ്രതനയായേ നമ. ഓം ഗൗര്യേ നമ. ഓം ഗന്ധർവസേവിതായേ നമ. ഓം വിശ്വഗർഭായേ നമ. ഓം സ്വർണഗർഭായേ നമ. ഓം അവരദായേ നമ. ഓം വാഗതീശ്വര്യേ നമ. ഓം ധ്യാനഗമ്യായേ നമ. ഓം അപരിച്ഛേദ്യായേ നമ. ഓം ജ്ഞാനദായേ നമ. ഓം ജ്ഞാനവിഗ്രഹായേ നമ. ഓം സർവവേദാന്ത സംവേദ്യായേ നമ. ഓ സത്യാനന്ദസ്വരൂപിണ്യേ നമ. ഓ ലോഭാമുദ്രാർച്ചിതായേ നമ. ഓ ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡലായേ നമ. ഓം അദൃശ്യായേ നമ. ഓം ദൃശ്യരഹിതായേ നമ. ഓ വിജ്ഞാർത്തയേ നമ. ഓം വേദ്യവർജിതായേ നമ. ഓ യോഗിന്യേ നമ. ഓ യോഗദായേ നമ. യോഗ്യായേ നമ. യോഗാനന്ദായേ നമ. ഓ യുഗന്ധരായേ നമ. ഓ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണ്യേ നമ. ഓ സർവാധാരായേ നമ. ഓ സുപ്രതിഷ്ഠായേ നമ. ഓം സദസ്വരൂപധാരിണ്യേ നമ. ഓം അഷ്ടമൂർത്തിയേ നമ. ഓം അജാജേത്രേ നമ. ഓം ലോകയാത്രാവിദായിന്യേ നമ. ഓം ഏകാകിന്യേ നമ. ഓം ഭൂമദ്രൂപായേ നമ. ഓം നിർദ്വൈതായേ നമ. ഓം ദ്വൈതവർജിതായേ നമ. ഓം അന്നദായേ നമ. ഓം വസുദായേ നമ. വൃദ്ധായേ നമ. ഓം ബ്രഹ്മാത്മൈക്യ സ്വരൂപിണ്യേ നമ. ഓം ഭ്രഗത്തേ നമ. ഓം ബ്രാഹ്മണ്യേ നമ. ഓം ഭ്രാമ്യേ നമ. ഓം ബ്രഹ്മാനന്ദായേ നമ. ഓം ബലിപ്രിയായേ നമ. ഓം ഭാഷാരൂപായേ നമ. ഓം മൃഗൽസേനായേ നമ. ഓം ഭാവാഭവവർജിതായേ നമ. ഓം സുഖാരാധ്യായേ നമ. ഓ ശുഭകരിയേ നമ. ഓ ശോഭനാ സുലഭാഗത്യേ നമ. ഓ രാജരാജേശ്വര്യേ നമ. ഓ രാജ്യദായിന്യേ നമ. ഓ രാജ്യവല്ലഭായേ നമ. ഓ രാജൽകൃപായേ നമ. ഓ രാജപീഠനിവേശിത നിജാശ്രിതായേ നമ. ഓ രാജലക്ഷ്മീ നമ. ഓം കോശനാഥായേ നമ. ഓ ബലേശ്വര്യേ നമ. ഓ സാമ്രാജ്യദായിന്യേ നമ. ഓ സത്യസന്ധായേ നമ. ഓം സാഗരമേഖലായേ നമ. ഓം ദീക്ഷിതായേ നമ. ഓം ദൈത്യശമന്യേ നമ. ഓ സർവലോകവശങ്കരിയേ നമ. ഓ സർവാർത്ഥദാത്രിയേ നമ. ഓ സാവിത്രിയേ നമ. ഓ സച്ചിദാനന്ദരൂപിണ്യേ നമ. ഓം ദേശകാലാപരിച്ഛിന്നായേ നമ. ഓ സർവകായേ നമ. ഓ സർവമോഹിന്യേ നമ. ഓ സരസ്വത്യേ നമ. ഓ ശാസ്ത്രമയ്യേ നമ. ഓ ഗുഹാംബായേ നമ. ഓ ഗുഹ്യരൂപിണ്യേ നമ. ഓ സർവോപാധി വിനിർമുക്തായേ നമ. ഓ സദാശിവപതിവ്രതായേ നമ. ഓ സമ്പ്രദായേശ്വര്യേ നമ. ഓ സാധുനേ നമ. ഓം ഐ നമ. ഓം ഗുരുമണ്ഡലരൂപിണ്യേ നമ. ഓം കുലോത്തീർണായേ നമ. ഓം ഭഗാരാധ്യായേ നമ. ഓം മായായേ നമ. ഓം മധുമഗ്ധ്യൈ നമ. ഓം മഹ്യൈ നമ. ഓം ഗണാംബായേ നമ. ഓം ഗുഹ്യകാരാധ്യായേ നമ. ഓം കോമളാംഗേ നമ. ഓം ഗുരുപ്രിയായേ നമ. ഓ സ്വതന്ത്രായേ നമ. ഓ സർവതന്ത്രേശ്യൈ നമ. ഓ ദക്ഷിണാമൂർത്തിരൂപിണ്യേ നമ. ഓ സനകാദി സമാരാധ്യായേ നമ. ഓ ശിവജ്ഞാനപ്രദായിന്യേ നമ. ഓം കലായൈ നമ. ഓം ആനന്ദകലികായൈ നമ. ഓം പ്രേമരൂപായൈ നമ. ഓം പ്രിയങ്കരിയൈ നമ. ഓം നാമപാരായണപ്രീതായൈ നമ. ഓം നന്ദിവിദ്യായൈ നമ. ഓം നടേശ്വര്യൈ നമ. ഓം മിഥ്യാ ജഗദധിഷ്ഠാനായൈ നമ. ഓം മുക്തിദായൈ നമ. ഓം മുക്തിരൂപിണ്യൈ നമ. ഓ ലാസ്യപ്രിയായൈ നമ. ഓ ലയകരിയൈ നമ. ഓ ലജ്ജായൈ നമ. ഓ രംഭാദിവന്ദിതായൈ നമ. ഓം ഭവതാവ സുധാവൃഷ്ടേ നമ. ഓം പാപാരണ്യതവാനലായേ നമ. ഓം ദൗർഭാഗ്യതൂലവാദൂലായേ നമ. ഓം ജരാധ്വാന്തരവിപ്രഭായേ നമ. ഓം ഭാഗ്യാബ്ധിതന്ത്രികായേ നമ. ഓം ഭക്തചിത്ത കേകി ഖനാഖനായേ നമ. ഓ രോഗപർവ്വതദംബോളയേ നമ. ഓം മൃത്യുദാരുകുടാരികായേ നമ. ഓം മഹേശ്വര്യേ നമ. ഓം മഹാകാളിയേ നമ. ഓം മഹാഗ്രാസായേ നമ. ഓം മഹാശനായേ നമ. ഓം അപർണായേ നമ. ഓം ചണ്ഡികായേ നമ. ഓം ചണ്ഡമുണ്ടാസുര നിഷൂദിന്യേ നമ. ഓം ക്ഷരാക്ഷരാത്മികായേ നമ. ഓം സർവലോകേശ്യേ നമ. ഓം വിശ്വധാരണ്യേ നമ. ഓം ത്രിവർഗധാത്രേ നമ.
ഓം സുഭഗായേ നമ, ഓം ത്രംബകായേ നമ, ഓം ത്രിഗുണാത്മികായേ നമ, ഓം സ്വർഗാവർഗദായേ നമ, ഓം ശുദ്ധായേ നമ, ഓം ജപാ പുഷ്പദീപാകൃത്യേ നമ, ഓം ഓജോവത്യേ നമ, ഓം ദ്യുതിധരായേ നമ, ഓം യജ്ഞരൂപായേ നമ, ഓം പ്രിയവ്രതായേ നമ, ഓം ദുരാരാധ്യായേ നമ, ഓം ദുരാദർശായേ നമ, ഓം പാടലീകുസുമപ്രിയായേ നമ, ഓം മഹത്യേ നമ, ഓം മേരുനിലയായേ നമ, ഓം മന്ദാരകുസുമപ്രിയായേ നമ, ഓം വീരാരാധ്യായേ നമ, ഓം വിരാട് രൂപായേ നമ, ഓം വിരജസേ നമ, ഓം വിശ്വതോമുഖ്യേ നമ, ഓം പ്രത്യേക് രൂപായേ നമ, ഓം പരാകാശായേ നമ, ഓം പ്രാണദായേ നമ, ഓം പ്രാണരൂപിണ്യേ നമ, ഓം മാർത്താണ്ഡ ഭൈരവാരാധ്യായേ നമ, ഓം മന്ത്രണീന്യസ്തരാജ്യദ്വിജേ നമ, ഓം ത്രിപുരേശ്യേ നമ, ഓം ജയസേനായേ നമ, ഓം നിസ്ത്രൈഗുണ്യായേ നമ, ഓം പരാപരായേ നമ, ഓം സത്യജ്ഞാനാന്തരൂപായേ നമ, ഓം സാമരസ്യപരായണായേ നമ, ഓം കബർദിന്യേ നമ, ഓം കലാമാലായേ നമ, ഓം കാമദുഃഖേ നമ, ഓം കാമരൂപിണ്യേ നമ, ഓം കലാനിധയേ നമ, ഓം കാവ്യകലായേ നമ, ഓം രസജ്ഞായേ നമ, ഓം രസസേവതയേ നമ, ഓം പുഷ്ടായേ നമ, ഓം പുരാതനായേ നമ, ഓം പൂജ്യായേ നമ, ഓം പുഷ്കരായേ നമ, ഓം പുഷ്കരേക്ഷണായേ നമ, ഓം പരസ്മൈ ജ്യോതിഷേ നമ, ഓം പരസ്മൈ ധാമിനേ നമ, ഓം പരമാണവേ നമ, ഓം പരാത്പരായേ നമ, ഓം പാശഹസ്തായേ നമ, ഓം പാശഹന്ത്രേ നമ, ഓം പരമന്ത്രവിഭേദിന്യേ നമ, ഓം മൂർത്തായേ നമ, ഓം അമൂർത്തായേ നമ, ഓം അനിത്യതൃപ്തായേ നമ, ഓം മുനിമാനസഹംസികായേ നമ, ഓ സത്യവ്രതായേ നമ, ഓ സത്യരൂപായേ നമ, ഓ സർവാന്തര്യാമിണ്യേ നമ, ഓ സത്യേ നമ, ഓം ബ്രഹ്മാണ്യേ നമ, ഓം ബ്രഹ്മണേ നമ, ഓം ജനന്യേ നമ, ഓം ബഹുരൂപായേ നമ, ഓം ബുധാർച്ചിതായേ നമ, ഓം പ്രസവിത്രിയേ നമ, ഓം പ്രചണ്ഡായേ നമ, ഓം ആജ്ഞായേ നമ, ഓം പ്രതിഷ്ഠായേ നമ, ഓം പ്രകടാകൃത്യേ നമ, ഓം പ്രാണേശ്വര്യേ നമ, ഓം പ്രാണദാത്രേ നമ, ഓം പഞ്ചാശൽപീഠരൂപിണ്യേ നമ, ഓം വിശൃംഖലായേ നമ, ഓ വിവിക്തത്തായേ നമ, ഓം വീരമാത്രേ നമ, ഓം വിയൽപ്രസുവേ നമ, ഓ മുകുന്ദായേ നമ, ഓ മുക്തിനിലയായേ നമ, ഓ മൂലവിഗ്രഹരൂപിണ്യേ നമ, ഓം ഭാവജ്ഞായേ നമ, ഓം ഭവരോഗഗ്നേ നമ, ഓം ഭവചക്രപ്രവർത്തികായേ പ്രവർത്തിന്യേ നമ, ഓം ഛന്ദസാരായേ നമ, ഓ ശാസ്ത്രസാരായേ നമ, ഓ മന്ത്രസാരായേ നമ, ഓം തലോദര്യേ നമ, ഓ ഉദാരകീർത്തയേ നമ, ഓ ഉദ്ദാമവൈഭവായേ നമ, ഓ വർണ്ണരൂപിണ്യേ നമ, ഓം ജന്മമൃത്യുജരാതപ്ത ജനവിശ്രാന്തിദായിന്യേ നമ, ഓ സർവോപനിഷുഷ്കുഷ്ടായേ നമ, ഓ ശാന്ത്യാജകലാത്മികായേ നമ, ഓം ഗംഭീരായേ നമ, ഓം ഗഗനാന്തസ്ഥായേ നമ, ഓം ഗർവിതായേ നമ, ഓം ഗാനലോലുപായേ നമ, ഓം കൽപ്പനാരഹിതായേ നമ, ഓം കാഷ്ടായേ നമ, ഓം അകാന്തായേ നമ, ഓം കാന്താർത്ഥവിഗ്രഹായേ നമ, ഓം കാര്യകാരണ നിർമുക്തായേ നമ, ഓം കാമകേളി തരംഗിതായേ നമ, ഓം കനൽക്കൽക്കതാടങ്കായേ നമ, ഓ ലീലാവിഗ്രഹധാരണ്യേ നമ, ഓം അജായേ നമ, ഓം ക്ഷയവിനിർമുക്തായേ നമ, ഓ മുക്തായേ നമ, ഓ ക്ഷിപ്രപ്രസാദിന്യേ നമ, ഓ അന്തർമുഖ സമാരാധ്യായേ നമ, ഓ ബഹുർമുഖ സുദുർലഭായേ നമ, ഓം ത്രയ്യേ നമ, ഓ ത്രിവർത്ത നിലയായേ നമ, ഓം ത്രിസ്തായേ നമ, ത്രിപുരമാലിന്യേ നമ, ഓ നിരാമയായേ നമ, ഓ നിരാലംബായേ നമ, ഓ സ്വാത്മാരാമായേ നമ, ഓ സുധാസൃത്യേ നമ, ഓ സംസാരഭംഗ നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിതായേ നമ, യജ്ഞപ്രിയായേ നമ, യജ്ഞകർത്തേ നമ, യജമാന സ്വരൂപിണ്യേ നമ, ഓം ധർമാധാരായേ നമ, ഓം ധനാധ്യക്ഷായേ നമ, ഓം ധനധാന്യവിവർദ്ധിന്യേ നമ, ഓ വിപ്രപ്രിയായേ നമ, ഓ വിപ്രരൂപായേ നമ, ഓ വിശ്വഭ്രമണകാരുണ്യേ നമ, ഓം വിശ്വഗ്രാസായേ നമ, ഓം വിദ്രുമാഭായേ നമ, ഓം വൈഷ്ണവ്യേ നമ, ഓം വിഷ്ണുരൂപിണ്യേ നമ, ഓം അയോനയേ നമ, ഓ യോനിനിലയായേ നമ, ഓം ഗൂഢസ്ഥായേ നമ, ഓം കുളരൂപിണ്യേ നമ, ഓം വീരഗോഷ്ഠിപ്രിയായേ നമ, ഓം വീരായേ നമ, ഓ നൈഷ്കർമ്മ്യായേ നമ, ഓം നാദരൂപിണ്യേ നമ, ഓ വിജ്ഞാനകലനായേ നമ, ഓം കല്ലായേ നമ, ഓം കല്യായേ നമ, ഓം വിരക്തായേ നമ, ഓം ബൈന്ദവാസനായേ നമ, ഓം തത്വാധികായേ നമ,
ഓ തത്വമയ്യേ നമ, ഓ തത്വമർത്ഥ സ്വരൂപിണ്യേ നമ, ഓ സാമഗാന പ്രിയായേ നമ, ഓ സൗമ്യായേ നമ, ഓ സദാശിവ കുടുംബിന്യേ നമ, ഓ സവ്യാവസവ്യ മാർഗസ്ഥായേ നമ, ഓ സർവാപത് നിവാരിണ്യേ നമ, ഓ സ്വസ്ഥായേ നമ, ഓ സ്വഭാവ മധുരായേ നമ, ഓം ധീരായേ നമ, ഓം ധീരസമർച്ചിതായേ നമ, ഓം ചൈതന്യാർക്യ സമാരാധ്യായേ നമ, ഓം ചൈതന്യ കുസുമപ്രിയായേ നമ, ഓം സദോദിതായേ നമ, ഓം സദാതുഷ്ടായേ നമ, ഓം തരുണാദിത്യ പടലായേ നമ, ഓ ദക്ഷിണാരാധ്യായേ നമ, ഓ ദരസ്മേര മുഖാംബുജായേ നമ, ഓം കാലിനീ കേവലായേ നമ, ഓം അനർഘ്യ കൈവല്യപദദായിന്യേ നമ, ഓ സ്തോത്രപ്രിയായേ നമ, ഓ സ്തുതിമത്തേ നമ, ഓ ശ്രുതി സംസ്കൃത വൈഭവായേ നമ, ഓ മനസ്വിന്യേ നമ, ഓ മാനവത്തേ നമ, ഓ മഹേശ്യേ നമ, ഓ മംഗളാകൃതേ നമ, ഓം വിശ്വമാത്രേ നമ, ഓം ജഗദ്ധാത്രേ നമ, ഓം വിശാലാക്ഷേ നമ, ഓം വിരാഗിണ്യേ നമ, ഓം പ്രഗൽഭായേ നമ, ഓം പരമോദാരായേ നമ, ഓം പരാമോദായേ നമ, ഓം മനോമയ്യേ നമ, ഓം വ്യോമകേശ്യേ നമ, ഓം വിമാനസ്ഥായേ നമ, ഓം വജ്രണ്യേ നമ, ഓം വാമകേശ്വര്യേ നമ, ഓം പഞ്ചയജ്ഞപ്രിയായേ നമ, ഓം പഞ്ചാതിശായിന്യേ നമ, ഓം പഞ്ചമ്യേ നമ, ഓം പഞ്ചഭൂതേശ്യേ നമ, ഓം പഞ്ചസാംഖ്യോപചാരിണ്യേ നമ, ഓ ശാശ്വതേ നമ, ഓ ശാശ്വത ഐശ്വര്യായേ നമ, ഓ ശർമ്മദായേ നമ, ഓ ശംഭുമോഹിന്യേ നമ, ഓം ധരായേ നമ, ഓം ധരസുധായേ നമ, ഓം ധന്യായേ നമ, ഓം ധർമ്മിണ്യേ നമ, ഓം ധർമ്മ വർദ്ധിന്യേ നമ, ഓം ലോകാതീതായേ നമ, ഓം ഗുണാതീതായേ നമ, ഓ സർവാതീതായേ നമ, ഓ ശമാത്മികായേ നമ, ഓം ബന്ധൂക കുസ്മ പ്രഖ്യായേ നമ, ഓം ബാലായേ നമ, ഓ ലീലാ വിനോദിന്യേ നമ, ഓ സുമംഗല്യേ നമ, ഓ സുഖകരിയേ നമ, ഓ സുഭേഷാഢ്യായേ നമ, ഓ സുവാസിന്യേ നമ, ഓ സുവാസിന്യർച്ചന പ്രീതായേ നമ, ഓം അശോഭനായേ നമ, ഓ ശുദ്ധമാനസായേ നമ, ഓം ബിന്ദു തർപ്പണ സന്തുഷ്ടായേ നമ, ഓം പൂർവജായേ നമ, ഓം ത്രിപുരാംബികായേ നമ, ഓം ദശമുദ്ര സമാരാധ്യായേ നമ, ഓം ത്രിപുര ശ്രീവശങ്കരിയേ നമ, ഓം ജ്ഞാനമുദ്രായേ നമ, ഓം ജ്ഞാനഗമ്യായേ നമ, ഓ ജ്ഞാനജ്ഞേ സ്വരൂപിണ്യേ നമ, ഓ യോനിമുദ്രായേ നമ, ഓ ത്രികണ്ഠേശ്യേ നമ, ഓ ത്രിഗണായേ നമ, ഓം അംബായേ നമ, ഓം ത്രികോണാകായേ നമ, ഓം അനഘായേ നമ, ഓം അത്ഭുത ചാരിത്രായേ നമ, ഓ വാഞ്ചിതാർത്ഥപ്രദായിന്യേ നമ, ഓ അഭ്യാസാതിശയജ്ഞാതായേ നമ, ഓ ഷഡത്വാദിത രൂപിണ്യേ നമ, ഓ അവ്യാജ കരുണാമൂർത്തയേ നമ, ഓം അജ്ഞാനധ്വാന്ത ദീപികായേ നമ, ഓം ആബാല ഗോപ വിദിതായേ നമ, ഓം സർവാനുല്ലംഘ്യ ശാസനായേ നമ, ഓം ശ്രീചക്രരാജനിലയായേ നമ, ഓം ശ്രീമൽ ത്രിപുര സുന്ദര്യേ നമ, ഓം ശ്രീ ശിവായേ നമ, ഓം ശിവശക്തിഐക്യരൂപിണ്യൈ നമ, ഓം ശ്രീ ലളിതാംബികായേ നമ, ഓം ശ്രീ ലളിതാ സഹസ്രനാമാവലി സമ്പൂർണം. ഓം സിന്ദൂരാരുണ വിഗ്രഹാന്തൃനയന മാണിക്യമൗലി സ്ഫുരത്താര നായകശേഖര സ്മിതമുഖീമാബീന വക്ഷോരുക പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേത് പരാം അംബികാം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ ദേവി നാരായണീ നമോസ്തുതേ. അപ്പോൾ ആനന്ദത്തോടു കൂടി നമ്മൾ എല്ലാ ദിവസവും ലളിത സഹസ്രനാമവും ഇതുമൊക്കെ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് ശ്യാമളാദണ്ഡകമൊക്കെ ചൊല്ലുന്നത് കൊണ്ട് നമ്മൾ ഇല്ലേ നേരെ ഇതിലേക്ക് പറയുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, അതായത് നമ്മൾ നവരാത്രി കാലം വരുന്നു, എങ്ങനെയാണ് നമ്മൾ ദുർഗാ ഭഗവതിയെ നമ്മൾ ആരാധിക്കുക എന്നുള്ളത്. അപ്പോൾ നവരാത്രി പൂജാവിധാനം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ വളരെ വിസ്തരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. നവരാത്രി പൂജാവിധാനം ഞാനിങ്ങനെ ദേവി ഭാഗവതത്തിൽ അത് നോക്കുന്നുണ്ട്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ദേവി 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 ഹരേ ഹരേ, ഹരേ മായ മായ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ ദേവി 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 ഹരേ ഹരേ, ഹരേ മായ 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 ഹരേ ഹരേ. 51 അക്ഷരാളി കരുതനുലതേ വേദമാകുന്ന ശാഖി, കൊമ്പത്തൻപൊടു പൂക്കും കുസുമവതിയിലെന്തുന്ന പൂന്തേൻ കുഴമ്പേ, ചെമ്പൊൽത്താർ ബാണടമ്പ പ്രശമന സുഹൃതോ പാത്തലക്ഷ്മി, സമ്പത്തെ കുമ്പിടുന്നേൻ കടലിന വലയാതീശ്വരി വിശ്വനാഥേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ദേവി 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 ഹരേ ഹരേ, ഹരേ മായ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സന്തോഷത്തോടുകൂടി, എവിടെ ആ പ്രേമഭാവത്തോടുകൂടി അല്ലേ, ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, സന്തോഷത്തോടെ ഇല്ലേ. നമ്മൾ ഓരോ ദിവസത്തെയും നമ്മൾ അങ്ങനെയാണല്ലോ പോകുന്നത് അല്ലേ, ഒരു ക്രമം. ദുർഗാദേവിയെക്കുറിച്ച് കൂടുതൽ ചോദിക്കുമ്പോൾ, ദുർഗാദേവി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഈശ്വരിയായിട്ട് ഭാരതീയർ ആചരിച്ചു വരുന്ന. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ദുർഗയും കാളിയും ഒന്നാണോ എന്നൊക്കെ. നമ്മൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഒരേ സ്വരൂപം തന്നെ. അമ്മ ഓഫീസിൽ പോകാൻ സാരി കൊടുക്കുമ്പോൾ ഒരു വിഭാഗം ഒന്ന് ഇല്ലേ, അമ്മ വീട്ടിൽ നിൽക്കുമ്പോൾ വേറൊരു രൂപം, എല്ലാം ഒന്ന് തന്നെയാണ്, അമ്മ തന്നെയാണ്. പക്ഷേ വിവിധ ഭാവങ്ങൾ. ഹോംവർക്ക് എഴുതാതിരിക്കുമ്പോൾ അമ്മ ഭദ്രകാളിയാവും, ആഹാരം വിളമ്പുമ്പോൾ അമ്മ അന്നപൂർണേശ്വരിയാവും ഇല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലേ, പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ പൈസ തരുമ്പോഴേക്കും അമ്മ ധനലക്ഷ്മിയാവും. അതുപോലെ തന്നെയാണ് അമ്മയും ഭാര്യയും ഒക്കെ ഇതൊക്കെ തന്നെയാണ്. ഓരോ സങ്കല്പത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. അപ്പോൾ ദുർഗാ ഭഗവതിയെക്കുറിച്ച് ചോദിച്ചതുകൊണ്ട് പറയാം ഇല്ലേ, ഈശ്വരിക്ക് പല മൂർത്തിഭാവങ്ങളുണ്ടായിട്ടുണ്ട്. ഭക്തരുടെ അപേക്ഷ അനുസരിച്ച് ദേവി പല രൂപത്തിൽ പല ഭാവത്തിൽ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമുക്കറിയാം. നമ്മൾ ആ ദേവിയെ തന്നെ, പാർവതീ ദേവിയെ തന്നെ നമ്മൾ എത്ര ഭാവങ്ങളിലാണ് ഇല്ലേ. ആര്യ, ദുർഗ, വേദഗർഭ എന്നിങ്ങനെ പല അംബിക, ഭദ്രകാളി, ക്ഷേമകാരി, നൈകബാഹു ദേവി തുടങ്ങിയ പേരുകളിൽ. അപ്പോൾ ഇതിലെ ചില പേരുകളൊക്കെ നമുക്ക് വളരെ പുതിയതായിരിക്കും അല്ലേ. ഈ പേരുകളിലൊക്കെയും അറിയുന്നുണ്ട് ആര്യ, ദുർഗ, വേദഗർഭ, അംബിക, ഭദ്രകാളി, ഭദ്ര, ക്ഷേമകാരി, നൈകബാഹു തുടങ്ങിയ പേരുകളിലൊക്കെ അറിയുന്നുണ്ട്. ഈ ദേവിയുടെ പ്രധാനപ്പെട്ട പേരുകളിൽ ദേവതമാർ ആരാധിക്കപ്പെടുന്നുണ്ട്. തെക്കേ ഇന്ത്യയിൽ അധികവും ആരാധിക്കപ്പെടുന്നത് ദേവിയുടെ ഉഗ്രരൂപമാണ്. നമ്മളിവിടെ ദുർഗാദേവിയെ നമ്മൾ കാളി സ്വരൂപമായിട്ടാണ് കൂടുതലും നമ്മൾ ആരാധിക്കുന്നത്. ഇനി ദേവിയുടെ സൗമ്യരൂപിണിയായ ദേവിക്ക് ഒരുപാട് പേരുകളുണ്ട്, ഒരു 10-64 പേരുകളുണ്ട് ഇല്ലേ. പേരുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ അത് ഗുണം ചെയ്യും ഇല്ലേ. അപ്പോൾ പേരുകൾ ഏതൊക്കെയാണെന്നുള്ളത് പറയാം. ദേവി മഹാരൂപേ മഹാമായേ മഹാശനേ, ദേവി മഹാദേവി ദേവി മഹാപരേ, ദേവി മഹാരൂപേ ദേവി മഹാപരേ, ദേവി ശാംഭവി ദേവി ശുഭകരി. ദേവിയുടെ നാമങ്ങൾ പറയാം. ദേവിയുടെ നാമങ്ങൾ: ഓം സൗമ്യരൂപിണിയാം ദേവിക്കു പേരു കന്യാം, കാമാക്ഷി മൂകാംബേ ഭഗവതി ലക്ഷ്മീ ദേവി. അത് എനിക്ക് ലക്ഷ്മി ദേവിയെക്കുറിച്ച് പറയുമ്പോൾ കോഴിക്കോട് വലിയങ്ങാടിയിലെ ഭഗവതി ലക്ഷ്മി ദേവിയായിട്ടാണ് സങ്കല്പം എന്നാണ് തോന്നുന്നത്. അതിലെ വലിയങ്ങാടിയിലെ ഭഗവതി ലക്ഷ്മി ദേവിയാണ്. കർണാടകത്തിലെ ദുർഗാക്ഷേത്രത്തിലും കോലാപുരത്തിലും എല്ലാം ലക്ഷ്മി ക്ഷേത്രങ്ങളെന്നാണ് പറയുക. കോലാപുരേശ്വരി എന്ന് നമ്മൾ പറയും ഇല്ലേ ലക്ഷ്മി സങ്കല്പത്തിൽ. അതുപോലെ തന്നെയാണ് ആന്ധ്രയിൽ നമ്മൾ ഇങ്ങനെയുള്ള ഭഗവതി സങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങളെ നമ്മൾ പൊതുവെ ജോഗുലാംബ എന്ന് പറയുന്ന സങ്കല്പത്തിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലാണെങ്കിൽ ദുർഗയായി, കണ്ണകിയായി, മാരിയമ്മനായി, ദ്രൗപദി അമ്മൻ എന്നീ പേരുകളിലെല്ലാം തമിഴ്നാട്ടിലുണ്ട്. സപ്തമാതൃക്കളും സപ്തകന്യകളും ദേവതകളെ 2 വിഭാഗമായിട്ട് തിരിക്കാം. സപ്തമാതാക്കൾക്ക് പുരുഷന്മാരും സപ്തകന്യകൾക്ക് സപ്ത സഹോദരന്മാരും സഹായികളാണ്. അത് നമുക്ക് താരതമ്യേന ഒരു പുതിയ അറിവായിട്ട് തോന്നാം. ഇപ്പം സപ്തമാതൃക്കൾക്ക്
പുരുഷന്മാരും സപ്തകന്യകൾക്ക് സപ്ത സഹോദരന്മാരും കൂടി സഹായികളായിട്ടുണ്ട്. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ സപ്തമാതൃക്കളെ കണ്ടിട്ടുണ്ട്. ഈ സപ്തമാതൃക്കൾക്ക് സപ്ത പുരുഷന്മാരുണ്ട്, പുരുഷന്മാർ സഹായികളായിട്ടുണ്ടെന്ന് പറയുന്നു ഇല്ലേ. അപ്പോൾ ഈ ദേവീപൂജയ്ക്ക് ഭാരതത്തിലാണെങ്കിൽ ഒരുപാട് പഴക്കമുണ്ട്. ഒരു 10,000-4,000 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്നാണ് വിശ്വാസം ദേവീപൂജയ്ക്ക്. കാരണം ദേവീപൂജ അത്ര എന്താ പറയുന്നത്, ദേവീപൂജയുടെ ചരിതവും ദേവീപൂജയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ ആധികാരികമായിട്ട് നമ്മൾ പറയേണ്ടി വരും അല്ലേ. 10,000-4,000 വർഷത്തെ ആദിമ സംസ്കൃതി തൊട്ട് ദേവീപൂജ ഉണ്ടായിരുന്നു എന്നാണ്. ഓരോ രൂപത്തിൽ ഓരോ ഭാവത്തിൽ ആരാധിച്ചിരുന്നു എന്നുള്ളതേ ഉള്ളൂ ഇല്ലേ. അപ്പോൾ ഈ സുബ്രഹ്മണ്യ ഭാരതിയാരുടെ കവിതകളിലാണെങ്കിലും ശ്രീരാമകൃഷ്ണ സ്വാമികളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ആണെങ്കിലും ഈ ദേവീപൂജയ്ക്ക് വളരെ പ്രാധാന്യം നൽകിയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവരുടെ ഉപാസനാ പദ്ധതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദേവീപൂജയ്ക്ക് അതുപോലെ തന്നെ മഹാഭാരതത്തിലും ദേവീപൂജയെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് പരാമർശങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് മഹാഭാരതം ഒരു മിനിറ്റ് ഭീഷ്മപർവത്തിലാണെന്ന് തോന്നുന്നു. ഭീഷ്മപർവത്തിൽ മഹാഭാരതം ഭീഷ്മപർവത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വളരെ വിശദമായ റെഫറൻസ് പറയുന്നുണ്ട്. ഇനി സപ്തമാതൃക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാണി, വൈഷ്ണവി, മാഹേശ്വരി, കൗമാരി, വാരാഹി, ഇന്ദ്രാണി, പിന്നെ ചാമുണ്ഡി. 7 പേരാണ്. ഇവരെയാണ് നമ്മൾ സപ്തമാതൃക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ അറിവുകളിൽ ഒന്നാണ് സപ്തമാതൃക്കൾക്ക് തുല്യമായിട്ട് സപ്ത പുരുഷന്മാരുണ്ടെന്നുള്ളതും അതുപോലെ തന്നെയാണ് സപ്ത കന്യകൾക്ക് തുല്യരായിട്ട് സപ്ത സഹോദരങ്ങളുണ്ടെന്നുള്ളതും ഇല്ലേ. താരതമ്യേന നമുക്ക് പുതിയ അറിവുകളാണ്. അപ്പോൾ ഈ മഹാഭാരതം ഭീഷ്മപർവത്തിലാണെന്ന് തോന്നുന്നു. ഭീഷ്മപർവം 23-ാം അധ്യായത്തിൽ ഭീഷ്മപർവം 23-ാം അധ്യായത്തിൽ നമുക്ക് അറിയാം ഇല്ലേ. ദേവീപൂജയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡവർ അജ്ഞാതവാസത്തിന് വേണ്ടി വിരാട നഗരത്തിലേക്ക് കടക്കുന്നു. പാണ്ഡവർ എന്തിനു വേണ്ടി? അജ്ഞാതവാസത്തിന് വേണ്ടി വിരാട നഗരം. വിരവിരടകുമാരവിഭോ ചരുഗുണതര സാഗരഭോ മരലവണ്യ നരി മനോഹരി ലവണ്യ ജയ ജയ ഭൂരി കരുണ്യ ജനനന ചാരത്തിക പാരത്തിക മേളത്തോടുത്തരമി വണങ്ങി കൊമ്മി അടിച്ചിടണം, നൈകൂലുങ്ങി കൊമ്മി അടിച്ചിടണം. അപ്പോൾ ഈ വിരാട രാജ്യത്തിലേക്ക് കടക്കുന്നുണ്ട്. വിരാട രാജ്യത്തിലേക്ക് കടക്കുമ്പോൾ ദുർഗയെ സ്തുതിക്കുകയും ദേവി പ്രത്യക്ഷപ്പെട്ട് വരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത് വിരാട പർവ്വത്തിലാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ആണ്, വിരാടപർവ്വത്തിൽ തന്നെയാണ്. കാരണം ഒരു സംശയം തോന്നി വിരാടപർവ്വത്തിലല്ലേ എന്നുള്ളത്. വിരാടപർവ്വത്തിനകത്ത് 6-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. 6-ാം അധ്യായത്തിനകത്താണ് ഇത് പറയുന്നത് വിരാടപർവ്വത്തിൽ. അപ്പോൾ ഈ പ്രാരംഭത്തിൽ ദുർഗാദേവിയെ സ്തുതിക്കുകയും ദേവി അന്തരീക്ഷത്തിൽ പ്രത്യക്ഷനായി അർജുനൻ ജയിക്കുന്നതിനുള്ള വരം കൊടുക്കുകയും ചെയ്തു എന്ന് മഹാഭാരതം ഭീഷ്മപർവ്വത്തിൽ 23-ാം അധ്യായത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ട അർജുനൻ ജയിച്ചു വരണമെന്ന് ഒരു വരം കൊടുക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദേവീ പൂജയെക്കുറിച്ച് വളരെ വിസ്തരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സരസ്വതി നദി പോലെ ഭാരതത്തിൽ ദുർഗാ നദി എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. ആ ദുർഗാ നദി എന്ന് പറയുന്നത് മഹാഭാരതം ഭീഷ്മപർവ്വത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ പദ്യം ഒന്ന് മറിച്ചു നോക്കൂ. ആ 33-ാമത്തെ പദ്യം എന്ന് പറയുന്നത് ദുർഗാ നദിയിലെ ജലത്തെ കുടിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെയും നമുക്ക് ദുർഗാ സങ്കല്പം നമുക്കുണ്ട്. പിന്നെ ഈ നവരാത്രി കാലമൊക്കെ നമുക്ക് ദുർഗാ സങ്കല്പം വരുമ്പോഴേക്കും നമ്മൾ നവരത്നങ്ങളെയും നവദുർഗകളെയും ഒക്കെ പൂജിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ ഇല്ലേ. അപ്പോൾ ഈ നവരത്നങ്ങൾ നമുക്കറിയാം ഇല്ലേ, മാണിക്യം തൊട്ട് വൈഡൂര്യം വരെയുള്ള എല്ലാ രത്നങ്ങളും നമുക്കറിയാം. എന്നാൽ ഇതുപോലെ തന്നെ ഇപ്പം നവദുർഗകളെ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വേണ്ടി വന്നത് ഇല്ലേ. ഈ എന്താ പറയുന്നത്, നവദുർഗകളെ പറഞ്ഞ നവരാത്രി പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ നവദുർഗകളെ നമ്മൾ പറയേണ്ടി വന്നതില്ലേ. രാമ 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 രാമ. ഈ നവദുർഗകൾ അഥവാ നവകന്യകൾ നമ്മൾ ദേവി ഭാഗവതം പറയുമ്പോൾ നമ്മൾ
2 വയസ്സാണ്ടവൾ, 3 വയസ്സാണ്ടവൾ, 4 വയസ്സാണ്ടവൾ എന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യേകം നമ്മൾ പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ നവരത്നങ്ങളെക്കുറിച്ച് പറഞ്ഞ് നവരാത്രിയിലോട്ട് കടന്ന് നമുക്ക് ഇത് നമുക്ക് മംഗളകരമായിട്ട് ലളിത സഹസ്രനാമം കേട്ട് സമർപ്പിക്കാം. അതായത് വിക്രമാദിത്യ ചക്രവർത്തിയുടെ സദസ്സിലാണ് ഈ നവരത്നങ്ങൾ ഉണ്ടായിരുന്നത്. അവർ ശാസ്ത്രം, കല തുടങ്ങിയിട്ടുള്ളവർക്കെല്ലാത്തിലും പ്രഗത്ഭന്മാരായിരുന്നു. അപ്പോൾ ആരൊക്കെയാണ് ഈ നവരത്നങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധന്വന്തരി, ക്ഷപണകൻ. നവരത്നങ്ങൾ ആരൊക്കെ? ധന്വന്തരി, ക്ഷപണകൻ, അമരസിംഹൻ, ശംഖു, വേതാളഭട്ടൻ. ഒരിക്കൽ കൂടി, ശംഖു, വേതാളഭട്ടൻ, ഖടകർപ്പരൻ, കാളിദാസൻ തുടങ്ങിയവരായിരുന്നു. വരാഹമിഹിരൻ, വരരുചി, ഇവരായിരുന്നു നവരത്നങ്ങളെന്ന് നമ്മൾ പറയുന്നത് ഇല്ലേ. അപ്പോൾ ഈ നവരത്നങ്ങൾ വിക്രമാദിത്യ സദസ്സിലായിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നവരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 രാത്രി നവരാത്രി പൂജ ഇപ്പോൾ വരുന്നുണ്ട് ഇല്ലേ. കൊച്ചറോള ക്ഷേത്രത്തിലാണ് 2024 നവരാത്രി നമ്മൾ സമുചിതമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. നമ്മൾ ആഘോഷിക്കുകയല്ല, ആചരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നവരാത്രി വ്രതം ദുർഗാദേവിക്ക് വേണ്ടി ചെയ്യപ്പെടുന്നു എന്നാണ്. ഈ വ്രതം ഭാരതത്തിൽ സാർവത്രികമായിട്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന വ്രതങ്ങളുടെ കൂട്ടത്തിലാണ് വരുന്നത് ഇല്ലേ. വിധിപ്രകാരം നവരാത്രി പൂജ ചെയ്യേണ്ടത് ശരത്കാലത്തിലും വസന്തകാലത്തിലുമാണ്. അപ്പം നമ്മൾ 2 നവരാത്രി, ഒരു നവരാത്രി നമ്മളിപ്പം ജപം കഴിഞ്ഞേ ഉള്ളൂ, 2 നവരാത്രികളാണ് നമ്മൾ വരുന്നത് ഇല്ലേ. ശരത്കാലത്തിലും വസന്തകാലത്തിലും 2 നവരാത്രികളാകുന്നു. ഇവ രണ്ടും കാലത്തിൻ്റെ ഋതുക്കളുടെ ദ്രംഷ്ട്രകൾ എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ദ്രംഷ്ട്രകൾ എന്ന് പറഞ്ഞു വയ്ക്കുന്നു. രോഗവും മരണങ്ങളും അധികമായി സംഭവിക്കുന്നതും ഈ 2 ഘട്ടങ്ങളിലുമാകാം. മേടം, തുലാം എന്നീ മാസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്നു. അപ്പോൾ മേടമാസത്തിലും തുലാമാസം ഇല്ലേ, കന്നി തുലാം മാസത്തിലുമായിട്ടൊക്കെയാണ് നമ്മൾ ഈ നവരാത്രി വ്രതം. മേടത്തിലും തുലാത്തിലും ഒന്നും നമ്മൾ ശരത്തും വസന്തവും ഒന്നും അറിഞ്ഞില്ലെങ്കിലും മേടത്തിലും തുലാത്തിലും നമ്മൾ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണം ഇല്ലേ. അപ്പോൾ വ്യാസൻ നിർദ്ദേശിച്ചിരിക്കുന്ന നവരാത്രി താഴെ പറയുന്ന വിധത്തിലാണ്. അമാവാസി ദിവസം, ഇത് ദേവി ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അമാവാസി ദിവസം പൂജാദ്രവ്യങ്ങളെല്ലാം സംഭരിക്കണം. അന്ന് ഹവിസ് മാത്രമേ ഭക്ഷിക്കാവൂ. നിരപ്പും വൃത്തിയും പരിശുദ്ധവുമുള്ള സ്ഥലത്ത് തൂണുകളും ധ്വജങ്ങളും സവിശേഷമായ മണ്ഡപവും തയ്യാറാക്കണം. 16 മുഴം ചുറ്റളവ് ഉണ്ടായിരുന്നാൽ ഏറ്റവും നന്ന്. തൂണുകൾ 16 വേണം. മണ്ഡപം വെള്ളമണ്ണും ചാണകവും കൊണ്ട് മെഴുകണം. എന്നിട്ട് വൃത്തിയാക്കണം. മധ്യത്തിൽ 4 മുഴം ചുറ്റളവിൽ 1 മുഴം ഉയരത്തിൽ ഒരു ശുഭ്രവേദി ഉണ്ടായിരിക്കണം. ഇതാകുന്നു പീഠസ്ഥാനം. ഈ മണ്ഡപത്തെയും വേദിയെയും തോരണാദികൾ കൊണ്ട് ഭംഗിയായി അലങ്കരിക്കണം. വേദികൾ സമർപ്പിച്ചിരിക്കുന്ന സിംഹാസനത്തിൽ വെള്ളപ്പട്ട് വിരിച്ച് അതിൽ ചതുർഭുജയായ ദേവിയെ പ്രതിഷ്ഠിക്കണം. അതിനുശേഷം വിപ്രൻ വേദപാരായണം നടത്തണം. ഈ ഘട്ടത്തിൽ ദേവീ പൂജ ആരംഭിക്കണം. ഈ പൂജ 9 ദിവസം നീണ്ടു നിൽക്കും എന്ന് പറഞ്ഞു വയ്ക്കുന്നു വേദവ്യാസൻ നവരാത്രി പൂജാവിധാനത്തിൽ. അപ്പോൾ നവരത്നങ്ങളെ പറഞ്ഞു, നവരാത്രി പൂജാവിധാനത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി നവമി എന്ന് പറയുന്ന ഒരു വ്രതത്തെ കൂടി കുറിച്ച് പറഞ്ഞുതരാം. നവമി എന്ന് പറയുന്ന ഒരു വ്രതത്തെ, നവമി വ്രതം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട വ്രതങ്ങളിൽ ഒന്നാണ് നവമി വ്രതം എന്ന് പറയുന്നത്. കേൾക്കാൻ സമയം ഉണ്ടാവുമോ? നവമി വ്രതം എന്താണെന്നും കൂടി പറയാം. അപ്പോൾ നവമി വ്രതം എന്ന് പറയുന്നത് ഭുക്തി, മുക്തി തുടങ്ങിയവ കൈവരുന്നതിന് വേണ്ടി തുലാമാസത്തിൽ അനുഷ്ഠിക്കുന്ന വ്രതമാണ് നവമി വ്രതം ഇല്ലേ. തുലാമാസത്തിലെ വെളുത്ത വാവ്. ഇപ്പം നമുക്ക് തുലാം, ചിങ്ങം, കന്നി, തുലാമാസം വരുന്നേ ഉള്ളൂ. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കണേ. നമുക്ക് ഇപ്രാവശ്യം നവമി വ്രതം അനുഷ്ഠിക്കാം നമുക്ക് ഇല്ലേ. നവമി നമുക്ക് ഒരുമിച്ച് നവമി വ്രതം. അപ്പം പ്രത്യേക നവമി വ്രതം തുലാമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വെളുത്ത വാവിൽ നവമിയിൽ വ്രതം ധരിച്ച് ഗൗരി ദേവിയെ പൂജിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ചടങ്ങ്. പിന്നെ മാത്രമല്ല നവമിക്ക് ഗൗരി നവമി എന്നും പേരുണ്ട്. തുലാമാസത്തിൽ വരുന്ന നവമിക്ക് ഗൗരി നവമി. അപ്പോൾ കലണ്ടറിലൊന്ന് നോക്കണേ, നോക്കിയിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതണം എപ്പോഴാണ് ഈ തുലാമാസത്തിലെ നവമി വരുന്നതെന്ന്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നവമി വ്രതം നമുക്ക് അനുഷ്ഠിക്കാം ഇല്ലേ. വേണ്ടേ? അനുഷ്ഠിക്കണം. നമുക്ക് ഇപ്രാവശ്യം അനുഷ്ഠിക്കാം. അപ്പോൾ ദേവിയെ തുലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അശ്വിനി മാസം എന്ന് നമ്മൾ പറയും. തുലാമാസത്തിൽ വെളുത്ത പക്ഷത്തിൽ അഷ്ടമി തിഥി മൂലം നക്ഷത്രവുമുള്ള ദിവസം കന്നിരാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ നവമിയുടെ സംബന്ധമുണ്ടായാൽ അതിന് അഖാർദ നവമി എന്നും മഹാനവമി എന്നും നമ്മൾ പറയും. അതങ്ങനെ ഉണ്ടായി വരിക വളരെ ചുരുക്കമാണ്. അതായത് അന്ന് അഷ്ടമി തിഥി ആയിരിക്കുകയും കന്നിരാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ അഷ്ടമി തിഥിയും മൂലം നക്ഷത്രവും വരണം ഇല്ലേ.
അപ്പോൾ അങ്ങനെയുള്ള നവമിയെ നമ്മൾ മഹാനവമി എന്നും അഖാർദ്ധ നവമി എന്നും നമ്മൾ പറയും. അപ്പോൾ മേൽപ്പറഞ്ഞ നവമി വ്രതങ്ങളിൽ ഈ ദുർഗാദേവിയെ 9 ക്ഷേത്രങ്ങളിലായി പ്രതിഷ്ഠിച്ചോ അഥവാ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് 9 ഭാവത്തിലോ നമുക്ക് ആരാധിക്കാമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്, ഇല്ലേ? 9 മൂർത്തികളായിട്ടാണ്. അവയുടെ ദുർഗ മാത്രം 18 തൃക്കൈകളോടും ശേഷിച്ചുള്ള മൂർത്തികളെല്ലാം 16 തൃക്കൈകളോടും പ്രതിഷ്ഠിക്കപ്പെടേണ്ടതാകുന്നു എന്നും വിധി പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് അതിനകത്ത് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നവമി വ്രതം ഗൗരി പൂജയുടെ ഗൗരി വ്രതത്തിനെ കുറിച്ച് പറഞ്ഞു. അതിൽ നമ്മൾ 9 ദേവിമാരെയും നമ്മൾ ആരാധിക്കുമെന്ന് പറഞ്ഞു. 9 ദേവിമാരെയും ആരാധിക്കുമ്പോൾ ഒരു ദേവിക്ക് ദുർഗയ്ക്ക് മാത്രം 18 കൈ, ബാക്കിയുള്ള ദേവതമാർക്കെല്ലാം 16 കൈകളേ ഉള്ളൂ എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്, ഇല്ലേ? 18 തൃക്കൈകളിൽ വച്ച് 2 കൈകളിൽ അഞ്ജനവും ഡമരു എന്ന വാദ്യവും, ഇല്ലേ, ആയുധവും ധരിച്ച, ഡമരു എന്നുള്ള ആയുധവും ധരിച്ച ശേഷമുള്ള കൈകളിൽ മറ്റു മൂർത്തികളെ പോലെ ആയുധങ്ങൾ ധരിച്ചും ഇരിക്കുന്ന രീതിയിൽ പൂജിക്കപ്പെടേണ്ടതാണ്. രുദ്ര, ചണ്ഡ, പ്രചണ്ഡ, ചണ്ഡാഗ്ര, ചണ്ഡനായിക, ചണ്ഡവതി, ചണ്ഡരൂപ എന്നിങ്ങനെ 8 രൂപത്തിൽ നമ്മൾ ദേവിയെ തുലാമാസത്തിലെ നവമി വ്രതത്തിൽ നമുക്ക് ആരാധിക്കാം. ഈ ആരാധനയുടെ ക്രമം നമ്മൾ പറയുന്നത് പോലെ, അപ്പോൾ അതിൽ നമ്മൾ 1 ദുർഗ എന്ന് പറഞ്ഞു. ബാക്കി പിന്നെ ഉണ്ടല്ലോ 9 പേരിൽ ബാക്കി 8 പേരുണ്ടല്ലോ. ആ 8 പേരുടെ പേരുകൾ ഇങ്ങനെയാണ്. രുദ്ര, ഒന്നാമത്തവൾ രുദ്ര, ഓം രുദ്രായേ നമ. രണ്ടാമത്തവൾ ചണ്ഡരൂപ, ഓം ചണ്ഡരൂപായേ നമ. മൂന്നാമത്തത് ഉഗ്രചണ്ഡ, ഓം ഉഗ്രചണ്ഡായേ നമ എന്ന് നമ്മളിങ്ങനെ അതിൽ രുദ്ര ചണ്ഡ, ഈ രുദ്രചണ്ഡ നമ്മൾ പ്രചണ്ഡ എന്നും നമ്മൾ പറയും, ഇല്ലേ? പ്രചണ്ഡ എന്നും പറയും. പിന്നെ പ്രചണ്ഡ കഴിഞ്ഞു കഴിഞ്ഞാൽ ചണ്ഡാഗ്ര, അടുത്തവൾ ചണ്ഡനായിക, അടുത്ത ഭഗവതി ചണ്ഡവതി, അടുത്തത് ചണ്ഡരൂപ എന്നിങ്ങനെ 8 മൂർത്തികളും അവരുടെ മധ്യത്തിൽ ഉഗ്രചണ്ഡയെയും മഹിഷാസുരമർദ്ദിനിയുമായ ദുർഗയെയും പൂജിപ്പിക്കണം. ഓം ദുർഗേ ദുർഗേക്ഷിണി സ്വഹ എന്നാകുന്നു ദേവിയുടെ ദശാക്ഷര മന്ത്രം. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് ദശാക്ഷര മന്ത്രം എന്താണെന്ന്. അപ്പോൾ ദശാക്ഷര മന്ത്രം 4.5 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ സത്സംഗത്തിൽ ദശാക്ഷര മന്ത്രം പറയുന്നത്. ഓം ദുർഗേ, ഓം ദുർഗേ ദുർഗേക്ഷിണി സ്വാഹ എന്നാകുന്നു ദശാക്ഷര മന്ത്രം. 6 പദങ്ങളെ കൊണ്ട്, ഇല്ലെങ്കിൽ 6 ഭാഗങ്ങളെ കൊണ്ട് നമ്മൾ നമസ്കാരം, സ്വധാകാരം, വഷൽകാരം എന്നിവയും ഹൃദയാദികളായ അംഗങ്ങളെയും കൽപ്പിക്കണമെന്നും പെരുവിരൽ മുതൽ ചെറുവിരൽ വരെയുള്ള അങ്കുലികളിൽ ഹൃദയാദികളായ അംഗങ്ങളെ ദേവിയുടെ മൂലമന്ത്രം കൊണ്ട് ജപിക്കണമെന്നും ഗുഹ്യമായ മന്ത്രം ജപിക്കുന്നവർക്ക് ശത്രുബാധ ഉണ്ടാകില്ല എന്നും. അപ്പോൾ ശത്രുബാധ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഓം ദുർഗേ ദുർഗേക്ഷിണി സ്വഹ, ഓം ദുർഗേ ദുർഗേക്ഷിണി സ്വഹ, ഓം ദുർഗേ ദുർഗേക്ഷിണി സ്വഹ, ഓം ദുർഗേ ദുർഗേക്ഷിണി സ്വഹ എന്ന് നമ്മൾ ജപിക്കുന്നുവെന്ന് നമ്മൾ പറയുന്നത്, ഇല്ലേ? ഇത് ഞാൻ ഈ പറയുന്നതെല്ലാം അഗ്നിപുരാണത്തിലെ 185 അധ്യായത്തിനെ ആധാരമാക്കിയാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ കപാലമാകട്ടെ, ഖേടമാകട്ടെ, ഖണ്ഡമാകട്ടെ, ഖണ്ഡം മണി, കണ്ണാടിയാകട്ടെ, തർജനിയാകട്ടെ, വില്ലാകട്ടെ, ധ്വജമാകട്ടെ, ഢമരുവാകട്ടെ, പാശമാകട്ടെ ഇടത് കൈകളിലും, ശക്തി, മുൾഗരം, ശൂലം, വജ്രം, ഖഡ്ഗം, കുന്തം, ശംഖം, ചക്രം, ശലാക എന്നിവയെ വലത് കൈകളും ധരിക്കുന്നവളായിട്ടാണ് ദേവിയെ പൂജിക്കേണ്ടത്. അപ്പോൾ ദേവിയുടെ കൈകളിലുള്ള ആയുധങ്ങൾ എന്താണെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണിത്, ഇല്ലേ? കപാല, ഖേട, ഖണ്ഡ, കണ്ണാടി, തർജിനി, വില്ല്, ധ്വജം, ഢമരു, പാശം എന്നിവയെ ഇടത് കൈയിൽ. അപ്പോൾ 9 ഇനി അടുത്ത ഇടത് കൈയിൽ ശക്തി, മുൾഗരം, ശൂലം, വജ്രം, ഖഡ്ഗം, കുന്തം, ശംഖം, ചക്രം, ശലാക അഥവാ അഞ്ജനം അടുത്ത 9. അപ്പോൾ 18 കൈകളിലുമുള്ള ആയുധങ്ങളെ പറഞ്ഞു കഴിഞ്ഞു. എന്നിവയെ കൊണ്ട് വലത് കൈകളും ധരിക്കണമെന്നുള്ള ദേവിയെയാണ് നമ്മൾ പൂജിക്കേണ്ടത്. അതുകൊണ്ടാണ് നവരാത്രി നാളിലൊക്കെ ദേവി പൂജയ്ക്ക് നമ്മൾ പ്രത്യേകം ഓരോ ആയുധത്തിനും നമ്മൾ നാമങ്ങളെ കൊണ്ട് നമസ്കരിക്കുന്നത്. ദേവീ പൂജയിൽ കാളി, മഹാകാളി, അപ്പോൾ ഈ കാളി പൂജയിൽ നമ്മൾ ഈ ശക്തി പൂജയിലും കൗളാചാരത്തിലും ഒക്കെ കാളി പൂജയിൽ പല വ്യത്യാസങ്ങളും കാണുന്നുണ്ട്. ഇപ്പം മാടായിക്കാവ് പോലുള്ള ക്ഷേത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, കളരിവാതുക്കൽ ക്ഷേത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ മാംസാഹാരം നിവേദ്യവും പ്രസാദവുമാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്, ഇല്ലേ? അതേസമയം ഭഗവതി ഭാവത്തിലാണെങ്കിൽ പാൽപ്പായസവും ഇതുമൊക്കെയാണ്, ഇല്ലേ? പഞ്ചസാരയും പാൽപ്പായസവും ഒക്കെ, ത്രിമധുരവും ഒക്കെ
സങ്കല്പത്തിൽ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ദേവീ പൂജയിൽ അങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇന്നലെയോ അല്ലഞ്ഞാന്നോ ഞാൻ കണ്ടിരുന്നു, പൂതന എന്ന് പറഞ്ഞ ഒരാളുണ്ടോ. പൂതന, നമ്മൾ കൃഷ്ണാവതാരത്തിലെ പൂതന നമുക്കറിയാം. അതായത് അതുപോലെ നമുക്കറിയാം ദേവിയുടെ നിര്യതി കോണിൽ ഉള്ള ഒരു എന്താ പറയുന്ന ഒരു തരവാണ് പൂതന എന്ന് പറയുന്നത്. ദേവീ പൂജ നടക്കുമ്പോൾ, അതുകൊണ്ടാണ് യജ്ഞങ്ങളൊക്കെ നടക്കുമ്പോൾ, കാളീ സങ്കല്പത്തിന് നടക്കുമ്പോൾ നിര്യതി കോണിൽ പ്രത്യേകിച്ച് ഇല്ലേ ആചാര്യൻ വന്നൊരു പൂവ് എടുത്ത് വെച്ച് നമസ്കരിക്കുന്നത്. കാരണം അവിടെ നിര്യതി കോണിൽ ഈ പലപ്പോഴും നവാഹ യജ്ഞം നടക്കുമ്പോൾ എന്താണ് സങ്കല്പം എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാറില്ല. എങ്കിലും നമ്മുടെ യജ്ഞങ്ങളിലെല്ലാം നമ്മൾ ഇന്നതാണ് സങ്കല്പം, ഇന്ന ഗ്രന്ഥപ്രകാരമാണ്, ഇന്ന രീതിയാണ് എന്ന് നമ്മളെടുത്ത് പറയാറുണ്ട്. അപ്പോൾ നിര്യതി കോണിൽ ഒരു പൂവ് നമ്മൾ വയ്ക്കാറുണ്ട്. ആ നിര്യതി കോണിൽ വയ്ക്കുന്ന പൂവെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഈ പൂതന എന്ന് പറയുന്ന സങ്കല്പത്തിന് വേണ്ടിയാണ്. വായു കോണിൽ വയ്ക്കുന്ന പൂവ് പാപരാക്ഷസിക്ക് വേണ്ടിയിട്ടാണ്. ഈശാന കോണിൽ ചരകിക്കും, അഗ്നികോണിൽ വിതാരികയ്ക്കും നമ്മൾ വയ്ക്കാറുണ്ട്. പക്ഷേ സാമാന്യ രീതിയിൽ നമ്മൾ ഭഗവതി സങ്കല്പത്തിൽ യജ്ഞം നടക്കുമ്പോൾ ഇതൊന്നുമില്ല. കാളി സങ്കല്പത്തിലോ അല്ലെങ്കിൽ ഉഗ്രകാളി സങ്കല്പത്തിലോ ഒക്കെ യജ്ഞം നടക്കുന്നത് വളരെ കുറവാണ്. അങ്ങനെയൊന്നും യജ്ഞങ്ങൾ നടക്കുന്ന പതിവില്ല. അങ്ങനെ നടക്കുന്നിടത്തൊക്കെയാണ് നമ്മൾ ഇങ്ങനെ നിര്യതി കോണിലും ഈശാന കോണിലും ഒക്കെ ഓരോരോ ദേവതമാരെ സങ്കല്പിച്ച് പ്രത്യേകം നമ്മൾ പൂ വയ്ക്കുന്നത് ഇല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അഗ്നികോണിൽ മഹാകൗശികൻ എന്ന മൂർത്തിയെ പൂജിക്കുന്നതും മഹാകൗശികൻ്റെ മുന്നിൽ വെച്ച് നമ്മൾ അപവൃത സ്നാനം നടത്തുകയും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണെങ്കിലും ജയന്തി മംഗളാകാളി ഭദ്രകാളി കപാലിനി ദുർഗാ ശിവ ക്ഷമാ ധാത്രി സ്വാഹാ സ്വാധ നമോസ്തുതേ എന്നീ നാമം ഇങ്ങനെ ഇടതടവില്ലാതെ ജപിച്ചാൽ ശത്രുദോഷമുണ്ടായി വരുമെന്ന്, അതായത് ശത്രുക്കളുടെ നാശമുണ്ടായി വരുമെന്ന് പറയുന്നു. ശത്രുദോഷമല്ല, ശത്രുനാശം ഫലമാണെന്ന് അഗ്നിപുരാണം പറയുന്നുണ്ട്. ജയന്തി മംഗളാകാളി ഭദ്രകാളി കപാലിനി ദുർഗാ ശിവാക്ഷമ ധാത്രി സ്വാഹ സ്വധാ നമോസ്തുതേ എന്ന് പറഞ്ഞ് ഇനി നമുക്ക് നാമസങ്കീർത്തനത്തിലേക്ക് കടന്ന് സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരണമെന്ന് പ്രാർത്ഥിച്ച് അല്ലേ. അപ്പോൾ ഏതാണ്ട് ഇത്രയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നവദുർഗയും നവരാത്രിയും നമ്മൾ നവരാത്രിയിലെ നവമി പൂജാവിധാനവും തുലാമാസത്തിൽ നടക്കുന്ന നവമി വിധാനത്തിലെ 9 ദേവതമാരും ആ ദേവതമാരുടെ കയ്യിലെ ആയുധങ്ങളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞു വച്ചത്. ഈ ആരോഗ്യം ഉണ്ടാവാനായിട്ട്, അനാരോഗ്യം വിട്ടൊഴിഞ്ഞ് ആരോഗ്യം ഉണ്ടാവാനായിട്ട് നമ്മൾ എപ്പോഴും ജപിക്കാൻ പറയുന്നത് ദേവീ മഹാത്മ്യത്തിലെ അർഗള സ്തോത്രത്തിൽ ഇത് പറയുന്നുണ്ട്. ഇതേ നാമം പറയുന്നുണ്ട് ഇല്ലേ. അർഗള സ്തോത്രത്തിലാണ് ഇത് പറയുന്നത്. അഗ്നിപുരാണത്തിൽ നിന്നെടുത്ത ജയന്തി മംഗള കാളി ഭദ്രകാളി കപാലിനി ദുർഗാ ശിവ ക്ഷമാ ധാത്രി സ്വാഹ സ്വാധ നമോസ്തുതേ എന്ന് പറയുന്ന നാമം ഇത് ദേവീ മഹാത്മ്യത്തിലും ഉണ്ട് എന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച്, സർവ്വ ഐശ്വര്യങ്ങളും തരട്ടെ പ്രാർത്ഥിച്ച്, ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇല്ലേ, ദുർഗാ ഭഗവതിയെ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം ഇല്ലേ. ദുർഗയെ നമ്മൾ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. ദുർഗായേ നമ, ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി എന്നാണ് നമ്മൾ പറയുക തന്നെ ഇല്ലേ. ഓം ഐം ഹംസവാഹിന്യേ വാഗ്വാദിന്യേ നിത്യസൗഖ്യപ്രദായിന്യേ സർവശാസ്ത്രാതിരൂപിണ്യേ നമ എന്ന നാമം കൊണ്ട് നമുക്ക് ദുർഗാ ഭഗവതിയെയും നമുക്ക് ജപിക്കാം. അതുപോലെ തന്നെ നമുക്ക് ദുർഗാ ഭഗവതിയെ ഓം സർവദുഃഖവിനാശിനി സുഖപ്രദാം കപാലധാരിണീ ദുർഗാം ദേവി പിതൃപോഷിണിം നമാം എന്ന് നമുക്ക് ദുർഗയെ ജപിച്ചാൽ, എന്നിങ്ങനെ ദുർഗയെ ഭജിച്ചാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യവും പിതൃക്കൾക്ക് മുക്തിയും കിട്ടുമെന്ന്. ഇനി നമുക്കിതൊന്നും അറിഞ്ഞുകൂടെങ്കിലും ഓം ദും ദുർഗായേ നമ എന്ന് ജപിക്കാം. ഓം ദുർഗായേ നമ, ഓം ദും ദുർഗായേ നമ എന്നും നമുക്ക് ജപിക്കാം. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിർത്താതെയുള്ള ഭഗവതി സേവയും പൂജയും ഒക്കെ ആയിട്ട് ശരിക്ക് ഇങ്ങനെ നമ്മൾ ഓട്ടത്തോടോട്ടമാണ് ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് സത്സംഗം ഒരുപാട് നേരം നീട്ടുന്നില്ല. അപ്പം സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൽ രാധേ 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 ശ്യാം. സത് ശ്രീ അകാല.